നമസ്കാരം. രാവിലെയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് യാത്രയയപ്പ് നൽകാൻ ഒരുങ്ങുകയാണ് രാജ്യം. ഇന്ന് AICC ആസ്ഥാനത്ത് അദ്ദേഹത്തിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെക്കുന്നുണ്ട്. അതിനുശേഷം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ആകും സംസ്കാര ചടങ്ങുകൾ. എന്തായാലും നമ്മുടെ രാജ്യത്തെ സാമ്പത്തികമായി മെച്ചപ്പെടുത്തുന്നതിൽ, ഇന്നത്തെ ഒരവസ്ഥയിലേക്കൊക്കെ എത്തിക്കുന്നതിൽ, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ അടക്കം ഡോക്ടർ മൻമോഹൻ സിംഗ് നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, അത് രാഷ്ട്രീയ എതിരാളികൾ ഒരു കാലഘട്ടത്തിൽ വലിയ വിമർശനമൊക്കെ ഉന്നയിച്ചിരുന്നു എങ്കിൽ പോലും മൻമോഹൻ സിംഗ് എടുത്ത തീരുമാനങ്ങളായിരുന്നു ശരിയെന്ന് പിന്നീട് രാഷ്ട്രീയ എതിരാളികൾക്ക് അടക്കം വിലയിരുത്തേണ്ടതായി വന്നു. അങ്ങനെ ലോകത്തിലെ തന്നെ പ്രഗത്ഭരായ സാമ്പത്തിക വിദഗ്ധരിൽ ഒരാളെ കൂടിയാണ് നമുക്ക് നഷ്ടമായിട്ടുള്ളത്. ഇന്നത്തെ വാർത്താ ദിനത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്നത് പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ വിധി ഇന്ന് പ്രഖ്യാപിച്ചേക്കും എന്നുള്ളതാണ്. ഒരുപക്ഷെ എന്താകും പ്രതികൾക്കുള്ള ശിക്ഷ എന്നതിനപ്പുറത്ത് ഏതൊക്കെ പ്രതികളാണ് കുറ്റക്കാർ എന്നത് സംബന്ധിച്ചൊരു തീരുമാനം ഇന്ന് കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകും എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. 24 പ്രതികൾ ഉള്ള കേസാണത്. അതിൽ CPIMന്റെ നേതാക്കൾ ഉൾപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിൽ ചില നേതാക്കൾ ഈ പ്രതികളെ സംരക്ഷിച്ചു എന്ന കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തൽ. അതിന്മേൽ എന്താകും കോടതിയുടെ വിധി എന്ന് എല്ലാവരും കാത്തിരിക്കുകയാണ്. ഒപ്പം നമുക്കറിയാം, നിലവിലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അദ്ദേഹം ചുമതല ഏറ്റെടുത്തപ്പോൾ മുതൽ ആരംഭിച്ചതാണ്. അതേസമയം ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലാവധി അവസാനിക്കുകയാണ്. സാധാരണ അദ്ദേഹത്തിന് ഔദ്യോഗികമായ യാത്രയെപ്പൊക്കെ ഗവർണർക്ക് സംസ്ഥാന സർക്കാർ നൽകാറുണ്ട് എങ്കിൽ ഇത്തവണ അതില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം രാജ്യം 7 ദിവസത്തെ ദുഃഖാചരണത്തിൽ ആണ്. അതുകൊണ്ടുകൂടി ആകാം ഒരുപക്ഷെ ഇത് ഒഴിവാക്കുന്നത് എന്ന തരത്തിലൊക്കെയുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഒപ്പം ഗവർണർ നൽകുന്ന സ്വീകരണം, അതായത് യാത്രയപ്പിന്റെ ഭാഗമായി ഇതുവരെ ഒരുമിച്ച് പ്രവർത്തിച്ച ആളുകൾക്ക് വിരുന്ന് ഒരുക്കാറുണ്ട്. അതും നിലവിൽ റദ്ദാക്കിയിട്ടുള്ള സാഹചര്യം ആണുള്ളത്. സന്തോഷകരമായ ഒന്ന്, നമുക്കറിയാം, വയനാട്ടിലെ പ്രളയബാധിതർ അവർ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. പ്രളയം ഉണ്ടായി, എല്ലാം നഷ്ടപ്പെട്ടിട്ട് ദിവസങ്ങൾ പിന്നിട്ടിട്ടുണ്ട്. പക്ഷേ അപ്പോഴും അവർക്ക് പുനരധിവാസം എന്നത് പ്രായോഗികമാകില്ല. കഴിഞ്ഞ ദിവസം ആണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വളരെ പ്രധാനപ്പെട്ട ഉത്തരവ് പുറത്തു വന്നത്. അതായത് ഈ ടൗൺഷിപ്പിന്റെ നിർമ്മാണത്തിന് വേണ്ടി എസ്റ്റേറ്റ് ഭൂമി അടക്കം സർക്കാരിന് ഉപയോഗിക്കാം, അതിന് നഷ്ടപരിഹാരം നൽകിയാൽ മതിയെന്ന്. സംസ്ഥാന സർക്കാർ അതിനുള്ള അടുത്ത ചുവടുവെപ്പിലേക്ക് പോകും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വാർത്താ ദിനത്തിന്റെ തുടക്കം കായിക പ്രേമികൾക്ക് ഒരല്പം നിരാശയാണ് ഉള്ളത്. കാരണം ഓസ്ട്രേലിയയുമായുള്ള ടെസ്റ്റിൽ ഇപ്പോൾ ഇന്ത്യ പരുങ്ങലിൽ ആണ്. ഫോളോ ഓൺ ഒഴിവാക്കാനുള്ള തന്ത്രപ്പാടിൽ ആണ് ഇന്ത്യൻ താരങ്ങൾ എന്ന് തന്നെ പറയേണ്ടതുണ്ട്. നമുക്ക് ഈ വാർത്തകളിലേക്കെല്ലാം വിശദമായി വരാം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സംസ്കാരം ഇന്ന് നിഗംബോധ്ഘട്ടിൽ 11:45 പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം. AICC ആസ്ഥാനത്ത് അല്പസമയത്തിനകം പൊതുദർശനം. പെരിയ ഇരട്ടക്കൊലക്കേസിൽ ഇന്ന് വിധി. ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ അടക്കം 24 പ്രതികൾ. വിധി വരുന്നത് 2 വർഷം നീണ്ട വിചാരണയ്ക്ക് ഒടുവിൽ. നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബങ്ങൾ. കാസർഗോഡ് ജില്ലയിൽ സുരക്ഷ കർശനമാക്കി പോലീസ്. CPIയിലും പെരുമാറ്റച്ചട്ടം നടപ്പാക്കാൻ തീരുമാനം. പാർട്ടി അംഗങ്ങളും നേതാക്കളും മദ്യപിക്കരുത് എന്ന പ്രധാന നിർദ്ദേശം. നേതാക്കളുടെ ഒറ്റയ്ക്കുള്ള പിരിവും വിലക്കി. ആലപ്പുഴയിലെ താറാവ് വളർത്തൽ മാനദണ്ഡങ്ങൾ തീരുമാനിക്കുന്നതിൽ കൂടുതൽ പഠനം വേണമെന്ന് കർഷകർ. പക്ഷിപ്പനി പ്രതിരോധത്തിൽ ചാര, ചെമ്പല്ലി, താറാവ് ഇനങ്ങൾ വംശനാശ ഭീഷണിയിലെന്നും ആക്ഷേപം. IAS ചേരിപ്പോര് അസാധാരണ നിയമ പോരാട്ടത്തിലേക്ക്. പ്രശാന്തിനെതിരെ ഉടൻ നടപടി ഉണ്ടായേക്കില്ല. അച്ചടക്ക ലംഘനം ഗുരുതരമാണെങ്കിലും നിയമോപദേശം വരെ കാത്തിരിക്കാൻ തീരുമാനം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് സംസ്ഥാന സർക്കാരിന്റെ യാത്രയയപ്പില്ല. തീരുമാനം സർക്കാർ ഗവർണർ പോരിന്റെ ബാക്കി. P. സദാശിവത്തോട് കാട്ടിയ പ്രീതി ആരിഫ് മുഹമ്മദ് ഖാനോട് വേണ്ടെന്ന നിലപാട്.
ഗവർണർ നാളെ കേരളത്തിൽ നിന്ന് മടങ്ങും. ബോക്സിംഗ് ഡേ ടെസ്റ്റിൽ ഫോളോ ഓൺ ഭീഷണി ഒഴിവാക്കാൻ ഇന്ത്യ പൊരുതുന്നു. 221 റൺസ് എടുക്കുന്നതിനിടെ 7 വിക്കറ്റുകൾ നഷ്ടം. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് വിട നൽകാൻ ഒരുങ്ങുകയാണ് രാജ്യം. രാവിലെ 11:45 നിഗംബോധ് ഘട്ടിൽ ആണ് അന്ത്യകർമ്മങ്ങൾ നടക്കുക. 8 മണിയോടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് കോൺഗ്രസ് ആസ്ഥാനത്തേക്ക് മാറ്റും. 9:30 വരെയാണ് പൊതുദർശനം. പൂർണ്ണ സൈനിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങ്. VR കാർത്തിക് ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. കാർത്തിക്, മൻമോഹൻ സിംഗിന് വിട നൽകാൻ ഒരുങ്ങുകയാണ് രാജ്യം. ഔദ്യോഗിക ബഹുമതികളോടെയാണ് യാത്രയയപ്പ്. ഇന്നലെ ഈ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്നിരുന്നു. പ്രമുഖരായ നേതാക്കൾ, കേന്ദ്ര മന്ത്രിമാർ അടക്കമുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കില്ലേ? എന്താണ് മറ്റു വിവരങ്ങൾ? പ്രമുഖരുടെ സാന്നിധ്യത്തിൽ തന്നെയായിരിക്കും ചടങ്ങുകൾ. ഇപ്പോൾ മോത്തിലാൽ നെഹ്റു മാർഗിലെ 3-ാം നമ്പർ വസതിയിലാണ് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ മൃതദേഹം ഉള്ളത്. മെനിഞ്ഞാന്ന് രാത്രിയായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. 9:51 എയിംസ് ആശുപത്രിയിൽ. അവിടെ നിന്ന് നേരെ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്കാണ് മൃതശരീരം കൊണ്ടുപോയത്. ഇന്നലെ അവിടെ എത്തി പ്രമുഖ നേതാക്കളെല്ലാം തന്നെ അദ്ദേഹത്തിന് ആദരം അർപ്പിച്ചിരുന്നു. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രി അടക്കമുള്ള പ്രമുഖരെല്ലാം തന്നെ ഇന്നലെ അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു. രാവിലെയോടെയാണ് അവരെല്ലാം ഇന്നലെ എത്തിയത്. അതിനുശേഷം കുടുംബാംഗങ്ങളുമായി അന്ത്യകർമ്മങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പ്രാഥമിക ചർച്ച നടത്തിയ ശേഷമാണ് ഇന്നലെ രാവിലെ 11 മണിയോടുകൂടി പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്നത്. ആ മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനം അനുസരിച്ച് യമുന തീരത്തുള്ള നിഗംബോധ് ഘട്ടിലാകും ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ അന്ത്യകർമ്മങ്ങൾ നടക്കുക. ഇന്ന് രാവിലെ 11:45 അന്ത്യകർമ്മങ്ങൾ നിഗംബോധ് ഘട്ടിൽ നടക്കുക. അതിന് മുന്നോടിയായി ഇന്ന് രാവിലെ 8-7 മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് ഈ വസതിയിൽ അദ്ദേഹത്തിന് അവസാന ആദരവും മറ്റ് ചടങ്ങുകളും അർപ്പിക്കാനുള്ള അവസരം ഉണ്ടാകും. അതിനുശേഷം 8 മണിയോടുകൂടിയാകും അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്ന് പാർട്ടി ആസ്ഥാനത്തേക്ക് മൃതശരീരം കൊണ്ടുപോവുക. 8:30 AICC ആസ്ഥാനത്തേക്ക് മൃതശരീരം എത്തിക്കും. തുടർന്ന് അവിടെ പാർട്ടി പ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ നേതാക്കൾക്കും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരം ഉണ്ടാകും. പ്രത്യേകിച്ച് ആസാം, രാജസ്ഥാൻ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ആണ് അദ്ദേഹം പ്രതിനിധീകരിച്ചത്. അവിടെ നിന്നടക്കം അദ്ദേഹത്തിന് അവസാന നോക്ക് കാണാനും അന്തിമോപചാരം അർപ്പിക്കാനും നിരവധി നേതാക്കളും പ്രവർത്തകരുമാണ് ഇന്നലെ അദ്ദേഹത്തിൻ്റെ വസതിയായ മോത്തിലാൽ മാർഗിൽ എത്തിയത്. പക്ഷേ സാധാരണ പ്രവർത്തകർക്കൊന്നും തന്നെ അദ്ദേഹത്തിന് ആദരമർപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇത്തരത്തിൽ പാർട്ടി ആസ്ഥാനത്തിലേക്ക് കൊണ്ടുവരുമ്പോഴായിരിക്കും സാധാരണ പ്രവർത്തകർക്കടക്കം അദ്ദേഹത്തെ അവസാന നോക്ക് കാണാനൊരു അവസരം ഉണ്ടാകുക. 8:30 മുതൽ 9:30 വരെയാണ് പാർട്ടി ആസ്ഥാനത്ത് പൊതുദർശനം തീരുമാനിച്ചിട്ടുള്ളത്. അതിനുശേഷം വിലാപയാത്രയായാവും നിഗംബോധ് ഘട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതശരീരം കൊണ്ടുപോവുക. ഈ വിലാപയാത്ര ഗൺ കാരേജ് അടക്കം ഉള്ള കോൺവോയ് ആയിട്ടായിരിക്കും നിഗംബോധ് ഘട്ടിലേക്ക് പോകുന്നത്. തുടർന്ന് 11:45 അന്ത്യകർമ്മങ്ങൾ നിഗംബോധ് ഘട്ടിൽ നടക്കുക. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളും അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകളും അദ്ദേഹത്തിൻ്റെ സ്മൃതി കുടീരത്തിന് സ്ഥലം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളും ഇതിനോടകം ഉടലെടുത്തിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇന്നലെ ക്യാബിനറ്റ് യോഗത്തിന് മുൻപ് തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയെ വിളിച്ചിരുന്നു. അപ്പോൾ തന്നെ കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചത് ഇന്ദിരാഗാന്ധിയുടെ സ്മൃതി കുടീരമായ ശക്തി സ്ഥലിലോ അല്ലെങ്കിൽ രാജീവ് ഗാന്ധിയുടെ സ്മൃതി കുടീരമായ വീർഭൂമിയിലോ ഇത്തരത്തിൽ സ്ഥലം നൽകണമെന്നും അവിടെ തന്നെ അന്ത്യകർമ്മങ്ങൾക്കും സ്മൃതി കുടീരം അനുവദിക്കുന്ന സ്ഥലത്ത് തന്നെ അന്ത്യകർമ്മങ്ങൾക്കും അവസരമൊരുക്കണമെന്നൊരു ആവശ്യമാണ് കോൺഗ്രസ് മുന്നോട്ട് വച്ചത്. പക്ഷേ ഇത് ഇന്നലത്തെ ക്യാബിനറ്റ് യോഗം അംഗീകരിച്ചിരുന്നില്ല. ആദ്യഘട്ടത്തിൽ നിഗംബോധ് ഘട്ടിൽ അന്ത്യകർമ്മങ്ങൾ നടത്താം, തുടർന്ന് സ്മൃതി കുടീരത്തിന് സ്ഥലം അനുവദിക്കാം എന്നൊരു ഉറപ്പാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാർ നൽകുന്ന വിശദീകരണം ഇപ്പോഴത്തെ വിവാദം അനാവശ്യമാണ്. കാരണം ഒരു ട്രസ്റ്റ് രൂപീകരിച്ചാൽ മാത്രമേ ഇത്തരത്തിൽ സ്മൃതി കുടീരത്തിന് സ്ഥലം അനുവദിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ട്രസ്റ്റ് രൂപീകരിച്ച ശേഷം ഡോക്ടർ മൻമോഹൻ സിംഗിന് സ്മൃതി കുടീരം അനുവദിക്കും എന്നാണ്, അതിനായുള്ള സ്ഥലം അനുവദിക്കും എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും മൻമോഹൻ സിംഗിന് അദ്ദേഹം അർഹിക്കുന്ന യാത്രയയപ്പ് നൽകാൻ എല്ലാ വീരോചിതമായ ചടങ്ങുകളോടും കൂടി അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകാൻ ഒരുങ്ങുകയാണ് തലസ്ഥാനം. അഭിലാഷ്, രാജ്യത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ആയിരുന്നു ധനമന്ത്രി എന്ന നിലയിൽ മൻമോഹൻ സിംഗ് നടത്തിയ ഇടപെടലുകൾ, ഉദാരവൽക്കരണം, നയങ്ങൾ, പ്രത്യേകിച്ച് ലോകവിപണിക്ക് മുന്നിൽ ഇന്ത്യയെ തുറന്നു കൊടുത്തതോടുകൂടി ആണ്
പല വിദേശ കമ്പനികളും അടക്കം ഇന്ത്യയിലേക്ക് തിരികെ എത്തിയത്. അതിനുശേഷം ഇന്ത്യ സാമ്പത്തികമായി ചുവടുവെക്കുന്ന സാഹചര്യം ആണുണ്ടായത്. അതിൻ്റെ തുടർച്ച എന്ന നിലയിൽ തന്നെയാണ് പിന്നീട് ഭരണം മാറി വന്നു എങ്കിൽ പോലും മൻമോഹൻ സിംഗ് തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയ ഘട്ടത്തിൽ എല്ലാം തന്നെ അദ്ദേഹം ധനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ആരംഭിച്ച പദ്ധതികളുടെ തുടർച്ചയാണ് പിന്നീട് നമ്മുടെ രാജ്യം കണ്ടിട്ടുള്ളത് എന്നതാണ് വസ്തുത. വലിയ സാമ്പത്തിക പ്രതിസന്ധി ലോകമെമ്പാടും നേരിട്ടപ്പോഴായിരുന്നു. ഏതാണ്ട് 125 കോടിയിലധികം ജനങ്ങൾ അന്ന് ഉണ്ടായിരുന്ന ഒരു രാജ്യം കടുത്ത പ്രതിസന്ധി നേരിടും എന്നൊക്കെ വിലയിരുത്തിയിരുന്ന കാലഘട്ടത്തിൽ ആയിരുന്നു അതിൽ നിന്നും വ്യത്യസ്തമായ സാമ്പത്തിക നയങ്ങളിലൂടെ രാജ്യത്തെ തിരികെ പിടിച്ചത് എന്ന് തന്നെ പറയാം. അങ്ങനെയുള്ള ധനമന്ത്രിയായിരുന്ന RBIയുടെ ഗവർണർ ആയിരുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയരായ പ്രഗത്ഭരായ സാമ്പത്തിക വിദഗ്ധരിൽ ഒരാൾ കൂടിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് വിട പറയുന്നത് രാഷ്ട്രീയ എതിരാളികളൊക്കെ വലിയ വിമർശനങ്ങൾ ഒരു ഘട്ടത്തിൽ ഉന്നയിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പല തീരുമാനങ്ങളും തെറ്റ് എന്ന് വിലയിരുത്തിയിരുന്നു. പക്ഷേ അപ്പോഴും അദ്ദേഹം ആ തീരുമാനങ്ങളിൽ ഉറച്ചു തന്നെ മുന്നോട്ടു പോയി. പിന്നീട് ഇന്ത്യയെപ്പോലെ ഒരു വികസ്വര രാജ്യത്തിന് ഇത്തരം സാമ്പത്തിക നയങ്ങൾ തന്നെയാണ് യോജിക്കുന്നത് എന്ന് കാലം തെളിയിച്ച സാഹചര്യം കൂടി ആണ് ഉള്ളത്. കാർത്തിക് സൂചിപ്പിക്കുന്നതനുസരിച്ച് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്ത്യ കർമ്മങ്ങൾ ഏതാണ്ട് 11:45 കൂടിയാണ് ആരംഭിക്കുക. 8 മണിക്ക് ശേഷം മൃതദേഹം AICC ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകും. അവിടെ പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങളടക്കം നടത്തിയിട്ടുണ്ട്. കാർത്തിക്, നമുക്കറിയാം നിരവധി കോൺഗ്രസ് നേതാക്കൾ, രാജ്യമെമ്പാടുമുള്ള കോൺഗ്രസ് നേതാക്കൾ, കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ഈ ചടങ്ങിൻ്റെ ഭാഗമാകുന്നുണ്ട്. അവർ കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ യോഗം നടക്കുമ്പോഴാണ് ഈ മരണവാർത്ത പുറത്തു വന്നത്. അപ്പോൾ തന്നെ അവർ ഡൽഹിയിലേക്ക് പുറപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ AICC ആസ്ഥാനത്തും ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ടല്ലോ അല്ലേ? AICC ആസ്ഥാനത്തും ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. ബലഗാവിയിൽ ഇത്തരത്തിൽ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയും തുടർന്നുള്ള സമ്മേളനവും റാലികളുമൊക്കെ തീരുമാനിച്ചിരുന്ന സാഹചര്യത്തിൽ അപ്രതീക്ഷിതമായാണ് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വിയോഗ വാർത്ത പുറത്തേക്ക് വരുന്നത്. അപ്പോൾ തന്നെ ഈ സമ്മേളനം അടക്കമുള്ള കാര്യങ്ങൾ റദ്ദാക്കിക്കൊണ്ട് നേതാക്കളെല്ലാം തന്നെ ഡൽഹിയിലേക്ക് എത്തിയിരുന്നു. പ്രധാനമായും ശശി തരൂർ അടക്കമുള്ള നേതാക്കൾ അദ്ദേഹത്തെ ആശുപത്രിയിലെത്തി അവസാനം നോക്ക് കണ്ടു. അതിനുശേഷം പ്രതികരണങ്ങൾ നടത്തി. ശശി തരൂർ, രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ ഇതിനോടകം തന്നെ ഇന്നലെ അദ്ദേഹത്തിൻ്റെ വസതിയിലുമെത്തി അദ്ദേഹത്തിന് ആദരം അർപ്പിച്ചിരുന്നു. KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ AICC ആസ്ഥാനത്ത് പൊതുദർശനത്തിന് ആവശ്യമായ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായതായി അറിയിച്ചിട്ടുണ്ട്. സാധാരണ പ്രവർത്തകർക്കടക്കം അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ പാർട്ടി ആസ്ഥാനത്ത് സൗകര്യമൊരുക്കും എന്നാണ് പാർട്ടി തന്നെ വ്യക്തമാക്കുന്നത്. 1 മണിക്കൂറാകും AICC ആസ്ഥാനത്ത് പൊതുദർശനം ഉണ്ടാവുക. അതിനുശേഷമാകും വിലാപയാത്ര ആരംഭിക്കുന്നത്. പൂർണ്ണ സൈനിക ബഹുമതികളോടെയാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ എന്നതും ശ്രദ്ധേയമാണ്. 21 ആചാര വെടികളോടെ ആകും സംസ്കാര ചടങ്ങുകൾ നടക്കുക. സൈനിക ബഹുമതികൾ എല്ലാം നൽകിക്കൊണ്ട് അദ്ദേഹത്തിന് വീരോചിതമായ ഒരു യാത്രയയപ്പ് നൽകാൻ തന്നെ തയ്യാറെടുക്കുകയാണ് രാജ്യം. എന്തായാലും തലസ്ഥാനത്ത് എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് സ്മൃതി കുടീരത്തിന് ഇനി എവിടെ സ്ഥലം അനുവദിക്കും എന്ന കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനം അനുസരിച്ച് നിഗംബോധ് ഘട്ടിലാണ് അന്ത്യകർമ്മങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. യമുന തീരത്തുള്ള നിഗംബോധ് ഘട്ടിൽ 11:45 കൂടി അന്ത്യകർമ്മങ്ങൾ നടക്കും. പൂർണ്ണ സൈനിക ബഹുമതികളോടെയാകും ഈ ചടങ്ങുകൾ നടക്കുക. അതിനുശേഷം ട്രസ്റ്റ് രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയായ ശേഷമാകും ഇത്തരത്തിൽ സ്ഥലം അനുവദിച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നിർദ്ദേശവും പുറത്തേക്ക് വരിക എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും സ്മൃതി കുടീരത്തിന് സ്ഥലം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഈ ഘട്ടത്തിൽ തന്നെ ഉടലെടുത്തിട്ടുണ്ട്. നേരത്തെ തന്നെ പല നേതാക്കളും ഇത്തരത്തിൽ പ്രതിഷേധവും അറിയിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ കേന്ദ്ര സർക്കാർ നൽകുന്ന വിശദീകരണം UPA സർക്കാരിൻ്റെ കാലത്താണ് ഇത്തരത്തിൽ സ്മാരകങ്ങൾക്ക് സ്ഥലം അനുവദിക്കേണ്ട എന്നൊരു തീരുമാനമെടുത്തത് എന്നതടക്കമുള്ള കേന്ദ്ര സർക്കാരിൻ്റെ വാദങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും ഡോക്ടർ മൻമോഹൻ സിംഗിന് അർഹിക്കുന്ന യാത്രയയപ്പ് നൽകാൻ ഒരുങ്ങുകയാണ് രാജ്യം. 7 ദിവസത്തെ ദുഃഖാചരണം രാജ്യത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടുകയും എല്ലാ ഔദ്യോഗിക പരിപാടികളും റദ്ദാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തെ തുടർന്ന് സംസ്ഥാനത്തും 7 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 26 മുതൽ 1-ാം തീയതി വരെയാണ് ഇത്തരത്തിൽ ദുഃഖാചരണം സംസ്ഥാനത്തും പ്രഖ്യാപിച്ചിട്ടുള്ളത്.
മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് അദ്ദേഹം അർഹിച്ച ഇന്ത്യയ്ക്ക് പുതിയ സാമ്പത്തിക ദിശാബോധം നൽകിയ, ഇന്ന് കാണുന്ന ഇന്ത്യക്ക് സാമ്പത്തിക അടിത്തറ ഉറപ്പാക്കിയ പ്രിയപ്പെട്ട നേതാവിന് അവസാനം നോക്ക് കാണാനും അദ്ദേഹത്തിന് ആദരമർപ്പിക്കാനും നിരവധി പേർ ഇന്ന് അദ്ദേഹത്തിൻ്റെ വസതിയിലും എത്തും. 8 മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ മൃതശരീരം AICC ആസ്ഥാനത്തേക്ക് മാറ്റും. അവിടെയും അദ്ദേഹം 33 വർഷം രാജ്യസഭാ അംഗമായിരുന്ന കാലയളവിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിരവധി നേതാക്കൾ പ്രവർത്തിച്ചിരുന്നു. അവർക്കടക്കം അവിടെ എത്തി അദ്ദേഹത്തിന് അവസാന ആദരമർപ്പിക്കാനുള്ള സൗകര്യമൊരുക്കും. സാധാരണ പ്രവർത്തകർക്കടക്കം AICC ആസ്ഥാനത്തെ തരത്തിൽ അദ്ദേഹത്തെ അവസാനം നോക്കി കാണാൻ അവസരമൊരുക്കും. അതിനുശേഷമാകും വിലാപയാത്രയായി കൊണ്ടുപോവുക. എന്തായാലും ഡൽഹിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമൊക്കെ രാവിലെയുമൊക്കെ മഴയാണ്. ഈ മഴയുടെ സാഹചര്യം കൂടി പരിഗണിച്ചായിരിക്കും ഗൺ കാരേജ് അടക്കം വിലാപയാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വസതിക്ക് പുറത്തുള്ള കാഴ്ചകളാണ്. മോത്തിലാൽ നെഹ്റു മാർഗിലെ 3-ാം നമ്പർ വസതിയിൽ അദ്ദേഹത്തിൻ്റെ വസതിക്ക് പുറത്ത് ഇതിനോടകം തന്നെ സൈന്യം സുരക്ഷാ ക്രമീകരണങ്ങളടക്കം ശക്തമാക്കിയിട്ടുണ്ട്. സൈന്യത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് ആ പ്രദേശം ആകെയും. ഇത്തരത്തിൽ 7 മണിക്ക് കുടുംബാംഗങ്ങൾക്ക് അവസാന ആദരമർപ്പിക്കാനുള്ള അവസരം. അതിനുശേഷം 8 മണിയോടുകൂടി സൈന്യം തന്നെയാകും പാർട്ടി ആസ്ഥാനത്തേക്കും സൈന്യത്തിൻ്റെ പ്രത്യേക വാഹനത്തിലാകും ഈ മൃതദേഹം കൊണ്ടുപോവുക എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും എല്ലാ ക്രമീകരണങ്ങളും ഇതിനോടകം തന്നെ തലസ്ഥാനത്ത് പൂർത്തിയായി കഴിഞ്ഞു. അദ്ദേഹത്തിന് രാജ്യം വിട നൽകുകയാണ് മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്. അഭിലാഷ്, മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് വിട നൽകാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു രാജ്യം. പ്രേക്ഷകർ കണ്ട ദൃശ്യങ്ങൾ അദ്ദേഹത്തിന്റെ വസതിക്ക് പുറത്തുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം ഡൽഹിയിൽ ഇപ്പോൾ പ്രതികൂലമായ കാലാവസ്ഥയാണ്, പ്രത്യേകിച്ചും മഴ പെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഡിസംബർ മാസം എന്നത് ഡൽഹിയിൽ ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്ന സമയം കൂടിയാണ്. അതോടൊപ്പം തന്നെയാണ് മഴയും. എന്തായാലും രാജ്യം എല്ലാ ഔദ്യോഗിക ബഹുമതികളോടും കൂടി തന്നെയാണ് ഡോക്ടർ മൻമോഹൻ സിംഗിന് യാത്രയയപ്പ് നൽകുക. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയാകുകയും ചെയ്തിട്ടുണ്ട്. 11:45 ഔദ്യോഗികമായ ചടങ്ങുകൾ ആരംഭിക്കുകയും ചെയ്യും. സിഖ് മതാചാരപ്രകാരമുള്ള ചടങ്ങുകൾ തന്നെയാകണം നടക്കുക. ഒപ്പം രാജ്യത്തിൻ്റെ മുൻ പ്രധാനമന്ത്രി എന്ന നിലയിലുള്ള രാജ്യം നൽകുന്ന ഔദ്യോഗികമായ യാത്രയയപ്പ് ഇന്നലെ തന്നെ ത്രിവർണ്ണ പതാക, ഇന്ത്യയുടെ ദേശീയ പതാക ബഹുമാനാർത്ഥം അദ്ദേഹത്തിൻ്റെ മൃതശരീരത്തിൽ പുതപ്പിച്ച സാഹചര്യം കൂടി ഉണ്ടാകുന്നു. എല്ലാവരും ആവർത്തിക്കുന്നത് പോലെ 1990 കാലഘട്ടം എന്നത് ലോകരാജ്യങ്ങൾ ഒന്നടങ്കം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തിയ കാലഘട്ടം ആയിരുന്നു. ആ ഘട്ടത്തിൽ ഇന്ത്യയെപ്പോലൊരു രാജ്യത്തിനെ എങ്ങനെ പിടിച്ചു നിൽക്കാനാകും എന്നതായിരുന്നു സംശയമെങ്കിൽ അന്ന് ധനമന്ത്രിയായിരുന്നു 91 ജൂലൈ 25 ഡോക്ടർ മൻമോഹൻ സിംഗ് അവതരിപ്പിച്ച ബജറ്റ് അതുവരെയുണ്ടായിരുന്ന സാമ്പ്രദായിക ശീലങ്ങളെ എല്ലാം തന്നെ പൊളിച്ചെഴുതുന്ന ഒന്നായിരുന്നു. വലിയ തോതിലുള്ള വിമർശനമാണ് അന്ന് നേരിട്ടത്. പ്രത്യേകിച്ച് ഇന്ത്യയെപ്പോലെയുള്ള ഒരു രാജ്യത്തിൻ്റെ വിപണി ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ തുറന്നു നൽകുക എന്നത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും എന്നുള്ളതായിരുന്നു. പക്ഷേ അദ്ദേഹം ആ നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ പിന്നീട് ഇന്ത്യ ഒരു സാമ്പത്തിക ശക്തിയായി, ഇപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ 5-ൽ ഒരാളായി ഇന്ത്യ മുന്നിട്ട് നിൽക്കുമ്പോൾ ആ സാമ്പത്തിക ശക്തിക്ക് അടിത്തറ പാകിയ നേതാവ് കൂടിയാണ് ഇപ്പോൾ യാത്ര അയപ്പിന് ഒരുങ്ങുന്നത്. മാത്രവുമല്ല ഒട്ടേറെ പരിഷ്കാരങ്ങൾ, സാമ്പത്തികമായ പരിഷ്കാരങ്ങൾ മാത്രമല്ല വിദേശകാര്യ നയങ്ങളിൽ അടക്കം ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ള അമേരിക്കയുമായുള്ള അടുപ്പം, ആണവ കരാറിനെ ചൊല്ലി ഇടതുപക്ഷം തന്നെ സർക്കാരിന് പിന്തുണ പിൻവലിച്ച സാഹചര്യം, അതോടൊപ്പം വിവരാവകാശ നിയമം, അതായത് സർക്കാർ സംവിധാനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും അത്തരം ഡോക്യുമെന്റുകളുടെ നിജസ്ഥിതി എന്ത് എന്നുമൊക്കെ അറിയുവാനുള്ള അവകാശം സാധാരണക്കാരായ ആളുകൾക്ക് കൂടിയുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വിവരാവകാശ നിയമം കൂടുതൽ ജനകീയമാക്കി. ആധാർ കാർഡ് പോലെയുള്ള ബയോമെട്രിക് സംവിധാനം രാജ്യത്തെ പൗരന്മാർക്കുണ്ടാകണം എന്ന നിലപാട് അദ്ദേഹം സ്വീകരിച്ചു. ഇങ്ങനെയുള്ള നിരവധിയായ പരിഷ്കാരങ്ങൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ആയിരുന്നു. അങ്ങനെ ഒരു യുഗം ആണ് മൻമോഹൻ സിംഗിൻ്റെ വിട പറയലിലൂടെ അവസാനിക്കുന്നത്. മറ്റൊരു വാർത്ത ഇന്ന് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു വാർത്തയാണ്. അത് പെരിയ ഇരട്ടക്കൊലക്കേസിലെ ശിക്ഷാവിധി എന്താകും എന്നുള്ളതാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിനെയും ശരത് ലാലിനെയും വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ കൊച്ചി CBI കോടതിയാണ് വിധി പറയുന്നത്. മുൻ MLAയും CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ KV കുഞ്ഞിരാമൻ അടക്കം 24 പേരാണ് കേസിലെ പ്രതികൾ. ജില്ലയിൽ പോലീസ് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. നവമി ദിനേശും KV ബൈജുവുമാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ആദ്യം നവമിയിലേക്ക്. നവമി, KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവരാണ് പ്രതി. പക്ഷേ കുഞ്ഞിരാമന് എതിരായ വകുപ്പൊക്കെ നമുക്കറിയാം. കേസിലെ 2ാമത്തെ പ്രതിയെ ബലം പ്രയോഗിച്ചുകൊണ്ട് സ്റ്റേഷനിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയി എന്നതൊക്കെയാണ്
പ്രധാനപ്പെട്ട ആരോപണം. കേസിലെ ഒന്നാം പ്രതിയും പീതാംബരൻ അടക്കമുള്ളവരും CPIMന്റെ നേതാക്കൾ ആണ്. ഇങ്ങനെ പ്രധാനപ്പെട്ട പ്രതികൾക്ക് 1 മുതൽ 7 വരെയുള്ള പ്രതികൾക്കൊക്കെ കടുത്ത ശിക്ഷ ലഭിച്ചേക്കും എന്ന തരത്തിലൊക്കെയുള്ള വിലയിരുത്തലുകളുണ്ട്. എപ്പോഴായിരിക്കും കോടതി ഈ കേസ് പരിഗണിക്കുക? എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ്, TP ചന്ദ്രശേഖരന്റെ വധക്കേസിന് ശേഷം ഇത്രയേറെ കോളിളക്കം സൃഷ്ടിച്ച, ദേശീയതലത്തിൽ പോലും വലിയ രീതിയിൽ ചർച്ചയാക്കിയ മറ്റൊരു രാഷ്ട്രീയ കൊലപാതകമായിരുന്നു പെരിയയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിനെയും ശരത്ലാലിനെയും വെട്ടിക്കൊലപ്പെടുത്തിയത്. അത് CPM വലിയ രീതിയിൽ പ്രതിക്കൂട്ടിലായിരുന്നു. ഈ CBI അന്വേഷണത്തിനെതിരെ CBI അന്വേഷണം തടയുന്നതിനു വേണ്ടി സർക്കാർ കിടഞ്ഞു ശ്രമിച്ചിട്ടും സുപ്രീം കോടതി വരെ ഈ CBI അന്വേഷണത്തേക്ക് വിട്ടു നൽകുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ന് സർക്കാരിനെ സംബന്ധിച്ചും ഏറെ നിർണായകമായ ദിനമാണ്. 2019 ഫെബ്രുവരി 17-നായിരുന്നു പെരിയയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിനെയും ശരത്ലാലിനെയും വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇതിൽ CPM പ്രവർത്തകരായിട്ടുള്ള CPM മുൻ ലോക്കൽ കമ്മിറ്റി അംഗമായ ഒന്നാം പ്രതി പീതാംബരന് ഉള്ള രാഷ്ട്രീയ വൈരാഗ്യം, പീതാംബരനെ ആക്രമിച്ച കേസിലെ പ്രതികളായിട്ടുള്ള ഇരുവരെയും കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് പീതാംബരന്റെ നേതൃത്വത്തിൽ ഇത്ര വലിയൊരു കൊലപാതകം പെരിയയിൽ നടത്തിയതെന്ന് തന്നെയാണ് CBI കോടതിയിൽ വാദിച്ചത്. കൃത്യമായിട്ടുള്ള തെളിവുകൾ, ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച വാഹനങ്ങൾ, ഫോൺ രേഖകൾ, ഇതെല്ലാം തന്നെ കൃത്യമായി CBIക്ക് കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞ സാഹചര്യത്തിൽ ഇന്ന് വരുന്ന വിധി അതേറെ നിർണായകമാണ്. 11:30 ഇന്ന് വിധി പ്രഖ്യാപിക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതിൽ ഈ കേസുമായി ബന്ധപ്പെട്ട 154 സാക്ഷികളെയാണ് വിസ്തരിച്ചത്. ജഡ്ജി ശേഷാദ്രിനാഥനാണ് വിധി പറയുക. CBIയുടെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണ്. കേസിലെ ഒന്നാം പ്രതിയായ പീതാംബരന് നേരെയുള്ള ആക്രമണത്തിന്റെ വൈരാഗ്യം തീർത്തതാണ്. ഇരുവരുടെയും സജീവ പാർട്ടി പ്രവർത്തനം ഈ വിരോധത്തിനും കൊലപാതകത്തിലും ഒക്കെ കലാശിച്ചു എന്നാണ് CBIയുടെ കണ്ടെത്തൽ. അതേസമയം പ്രതിഭാഗമാകട്ടെ രാഷ്ട്രീയ കൊലപാതകമല്ല, മറിച്ച് വ്യക്തി വൈരാഗ്യമാണെന്നൊരു കണ്ടെത്തലുമായിരുന്നു കോടതിയിൽ ഈ വിചാരണ വേളയിൽ ആവർത്തിക്കുകയും ചെയ്തത്. എന്തായാലും ഇന്ന് വിധി വരുമ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്നാം പ്രതിയായ CPM പെരിയ മുൻ ലോക്കൽ കമ്മിറ്റി അംഗം പീതാംബരനെതിരെ കൊലപാതകം, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. അതിൽ വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റമാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. 20-ാം പ്രതിയായിട്ടുള്ള KV കുഞ്ഞിരാമൻ മുൻ ഉദുമ MLA കൂടിയാണ്. ഇത് 2-ാം പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ നിന്നും ബലമായി മോചിപ്പിച്ചു എന്നൊരു വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. ഇത് 7 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ്. മറ്റൊന്ന് 14-ാം പ്രതി KM മണികണ്ഠൻ ഉദുമ മുൻ ഏരിയ സെക്രട്ടറിയാണ്. കൊലപാതകത്തിൽ നേരിട്ട് പങ്കുള്ള പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചു, തെളിവ് നശിപ്പിക്കൽ, 2-ാം പ്രതിയെ കസ്റ്റഡിയിൽ നിന്നും ബലമായി മോചിപ്പിച്ചു എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. 13-ാം പ്രതി ബാലകൃഷ്ണൻ പെരിയ മുൻ ലോക്കൽ സെക്രട്ടറിയാണ്. പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചു, തെളിവ് നശിപ്പിക്കൽ എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. 21-ാം പ്രതി രാഘവൻ പാക്കം മുൻ ലോക്കൽ സെക്രട്ടറിയാണ്. 2-ാം പ്രതിയെ കസ്റ്റഡിയിൽ നിന്നും ബലമായി മോചിപ്പിച്ചു എന്നൊരു വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. എന്തായാലും ഇത്തരം വകുപ്പുകൾ ചുമത്തിയാണ് ഈ 24 പ്രതികൾ ചേർക്കപ്പെട്ടിട്ടുള്ള ഈ കേസിന്റെ വിധി വരുമ്പോൾ അത് ഏറെ നിർണായകമാണ്. രാഷ്ട്രീയ കേരളത്തിൽ വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട 21ഉം 23ഉം വയസ്സുള്ള ചെറുപ്പക്കാരായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, പെരിയയിൽ തന്നെ കല്ലോട്ട് തന്നെ വലിയ ജനകീയരായിട്ടുള്ള, എല്ലാവർക്കും സ്വീകാര്യനായിട്ടുള്ള, എല്ലാവരുടെയും പ്രിയപ്പെട്ട 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വെട്ടിക്കൊലപ്പെടുത്തി. അതൊരു രാഷ്ട്രീയ കൊലപാതകത്തിലേക്ക് എത്തിയെന്ന് CBI കണ്ടെത്തി. തുടക്കത്തിൽ ഇത് കേരള പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചു. പക്ഷേ ഇതിൽ ഈ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം കുറ്റപത്രം സമർപ്പിക്കുമ്പോഴൊന്നും മുൻ ഉദുമ MLA പ്രതിയാക്കപ്പെട്ടിരുന്നില്ല. പിന്നീട് CBI നടത്തിയ അന്വേഷണത്തിലാണ് ഈ പ്രതിയെ ബലമായി ഈ കൊണ്ടുവരാനൊക്കെ ഇവർ സഹായിച്ചു എന്ന രീതിയിലേക്ക് CBIയും മുൻ ഉദുമ MLA പ്രതി ചേർക്കപ്പെടുന്നത്. ഈ തുടക്ക സമയത്ത് പീതാംബരൻ കോടതിയിൽ പിന്നീട് മൊഴി മാറ്റുന്ന സാഹചര്യമുണ്ടായി. അതായത് ആദ്യം പറഞ്ഞത് ഇതൊരു കൊലപാതകമാണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയെങ്കിലും മദ്യപിച്ച് ബോധമില്ലാത്ത അവസ്ഥയിൽ ചെയ്തു പോയെന്ന് മൊഴി മാറ്റുന്ന സാഹചര്യം. പിന്നീട് ഈ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും മാതാപിതാക്കളാണ് ഈ കേരള പോലീസിലും ക്രൈംബ്രാഞ്ചിലും വിശ്വാസമില്ല, CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നീട് സുപ്രീം കോടതിയിലടക്കം സർക്കാർ ഇതിനെ എതിർത്തുകൊണ്ട് പോവുകയും ചെയ്തു. പക്ഷേ സുപ്രീം കോടതിയിലും CBI അന്വേഷണം നടക്കട്ടെ എന്ന രീതിയിലേക്ക് വരുന്നു. അതിലേറെ നിർണായകമായി ഇന്ന് വിധി വരുമ്പോൾ ഇത് പാർട്ടിക്കും സർക്കാരിനും ഏറെ നിർണായകമായിട്ടുള്ള തീർച്ചയായും അങ്ങനെ പാർട്ടിക്കും സർക്കാരിനും ഒരുപോലെ നിർണായകമാകുന്ന ഒരു വിധി പ്രസ്താവം തന്നെയാണ്. അതോടൊപ്പം KV ബൈജു കൂടി ചേരുന്നുണ്ട്. ബൈജു, ഈ കൊലപാതകത്തിന്റെ പശ്ചാത്തലം, അതിനുശേഷമുണ്ടായിട്ടുള്ള സംഭവവികാസങ്ങൾ, പ്രത്യേകിച്ച്
ഇരകൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരായിരുന്ന ശ്രീധരനെ പോലെയുള്ള നേതാക്കൾ, അദ്ദേഹം കോൺഗ്രസിന്റെ നേതാവ് കൂടിയായിരുന്നു, അഭിഭാഷകനായിരുന്നു, പിന്നീട് പ്രതികൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകുന്ന സാഹചര്യമുണ്ടാകുന്നു. അതിനിടെ ഈ കോൺഗ്രസ് നേതാക്കൾ തന്നെ പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികളോടൊപ്പം വേദികളും ചടങ്ങും പങ്കുവെച്ച സാഹചര്യമുണ്ടാകുന്നു. ഇങ്ങനെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസ് കൂടിയാണ്. മാത്രവുമല്ല, സർക്കാർ പ്രതികൾക്കൊപ്പമാണ് നിലകൊള്ളുന്നത് എന്ന് കൃപേഷിന്റെയും ശരത്ലാലിന്റെയും മാതാപിതാക്കൾ ആരോപണം ഉന്നയിച്ചിരുന്നു. അങ്ങനെ രാഷ്ട്രീയ കേരളം ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസിൽ ആണ് വിധി വരാൻ പോകുന്നത്. ഒരുപക്ഷെ മേൽക്കോടതികളിൽ അടക്കം സമീപിക്കാൻ ഈ പ്രതികൾക്ക് ലഭിക്കുന്ന ശിക്ഷ എന്തു തന്നെയാണ് എങ്കിലും ഇരകളുടെ കുടുംബത്തിനും പ്രതികളുടെ കുടുംബത്തിനും ഒക്കെ അത്തരത്തിൽ മേൽക്കോടതിയെ സമീപിക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഇപ്പോഴത്തെ വിധി പ്രസ്താവം അത് ഏറെ നിർണായകമാണല്ലോ. ആ പ്രദേശത്ത് സംഘർഷ സാധ്യതയുണ്ട് എന്ന നിലയിൽ ഇന്റലിജൻസ് റിപ്പോർട്ട് അടക്കം പുറത്തു വന്നതുമാണ്. വിധി പ്രസ്താവം വരുമ്പോൾ ആ പ്രദേശത്തെ സാഹചര്യം എന്താണ്, ഏത് നിലയിലാണ് അവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ വഹിച്ചു? അഭിലാഷ്, തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ വിവാദങ്ങൾക്കും അതുപോലെ തന്നെ രാഷ്ട്രീയ ചർച്ചകൾക്കും ഇടം പിടിച്ച പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ കുടുംബത്തിന്റെ വലിയ നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ അതിന്റെ വിധി വരുന്നു. ആ വിധി വരുന്ന പശ്ചാത്തലത്തിൽ തന്നെ കാസർഗോഡ് ജില്ലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ വിധി അനുകൂലമായാലും എതിരായാലും എന്ത് വന്നാലും ഇത്തരത്തിൽ ഒരു സംഘർഷ സാധ്യതയുണ്ടെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് അതീവ ജാഗ്രത പുലർത്തുന്നത്. ഇന്നലെ വൈകിട്ട് കല്യോട്ട് പരിസരത്തും പോലീസ് റൂട്ട് മാർച്ച് ഉൾപ്പെടെ നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് പെരിയും ആ പ്രദേശവും എല്ലാം പോലീസ് വലയത്തിലാണ്. ഏതെങ്കിലും തരത്തിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പോലീസ് പിക്കറ്റിംഗ് ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വാഹന പരിശോധനയുണ്ട്. എന്തായാലും അതീവ നിർണായകമാണ്. ഇന്ന് രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് CPM-നെയും സർക്കാരിനെയും സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമാണ്. കാരണം ഈ കേസിൽ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രതികൾക്കൊപ്പമാണ്, ഇരകൾക്കൊപ്പമല്ല ഈ സർക്കാർ എന്ന ഒരു വാദം അത് ശക്തമായി കുടുംബം ഉന്നയിച്ചിരുന്നു. കുടുംബത്തിന്റെ വലിയ നിയമ പോരാട്ടം തന്നെയായിരുന്നു ഈ കേസിൽ നടന്നത്. അതായത് നേരത്തെ നവമിയും സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ക്രൈംബ്രാഞ്ച് അന്വേഷണം അത് തൃപ്തികരമല്ലെന്ന് ചൂണ്ടിക്കാട്ടി ഈ കുടുംബം ഹൈക്കോടതിയെ സമീപിക്കുകയും CBI അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഘട്ടത്തിൽ CPM, അതായത് സർക്കാർ ഒരുപോലെ എതിർക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. 1 കോടിയോളം രൂപയാണ് ഡൽഹിയിൽ നിന്നും ഇത്തരത്തിൽ അഭിഭാഷകരെ കൊണ്ടുവരാൻ പോലും ചെലവഴിച്ചെന്ന ആരോപണം പോലും നേരിട്ട ഘട്ടമുണ്ടായിരുന്നു. എന്നാലും അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഇതിൽ വിധി വരുമ്പോൾ 1 മുതൽ 11 വരെയുള്ള കേസിലെ പ്രതികൾക്ക് വധശിക്ഷയോ ഇരട്ട ജീവപര്യന്തമോ ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷയാണ് കുടുംബം വെച്ചു പുലർത്തുന്നത്. പ്രധാനമായും കുടുംബം പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അരുംകൊല ഇനി സമൂഹത്തിൽ ഉണ്ടാകരുത്, അതിനുള്ള സന്ദേശമായിരിക്കണം ഈ വിധി, ആ സന്ദേശമായിരിക്കും വിധി എന്നാണ് കുടുംബം പ്രത്യാശ പ്രകടിപ്പിച്ചത്. ഏതായാലും ഈ ശരത്ലാലിന്റെയും കൃപേഷിന്റെയും അച്ഛന്മാർ കൊച്ചിയിലുണ്ട്, വിധി കേൾക്കാനായി കൊച്ചിയിലേക്ക് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ശരത്ലാലിന്റെ സഹോദരി അശ്വതിയും കൊച്ചിയിലേക്ക് എത്തിയിട്ടുണ്ട്. സ്മൃതി മണ്ഡപത്തിൽ കോൺഗ്രസ് പ്രവർത്തകരും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളും ഒത്തുകൂടും. അവിടെയാണ് ഇന്ന് എല്ലാവരും കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ഉണ്ടാവുക. ഈ വിധി വരുന്ന സമയം അത് വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നു. ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതീവ ജാഗ്രതയിലാണ് കാസർഗോഡ് ജില്ലയുള്ളത്. ഏതെങ്കിലും തരത്തിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള അതീവ ജാഗ്രതയുണ്ട്. കാരണം നമുക്കറിയാം ഈ കല്യോട്ട് എന്ന പറയുന്ന പ്രദേശം അത് 2 ഘട്ടങ്ങളായി നോക്കിയാൽ അത് CPM-ന്റെ ശക്തി കേന്ദ്രമാണ്, ഒപ്പം യൂത്ത് കോൺഗ്രസിന്റെയും ശക്തി കേന്ദ്രമാണ്. ഈ 2 കേന്ദ്രങ്ങളിലായി ഉള്ള ഒരു പ്രദേശമാണ് ഈ കല്യോട്ട് എന്ന് പറയുന്ന സ്ഥലം. നേരത്തെ ഈ കൊലപാതകം നടന്നപ്പോൾ 2019 ഫെബ്രുവരി 17 7:45 രാത്രി 7:45 ഇത്തരത്തിലൊരു കൊലപാതകം നടന്നപ്പോൾ വലിയ തോതിലുള്ള അക്രമ സംഭവങ്ങളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തത്. CPM ഓഫീസുകളെല്ലാം അടിച്ചു തകർക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വീടുകൾ കയറിയുള്ള അക്രമം ഉണ്ടായിരുന്നു. പിന്നീട് കണ്ടത് CPM-ന്റെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധ പ്രകടനവും കോൺഗ്രസ്സുകാരുടെ വീടുകൾ ആക്രമിക്കുന്ന ഒരു സാഹചര്യവും അവിടെ കടകൾ തകർക്കുന്ന സാഹചര്യം, അത്തരത്തിൽ വലിയ തോതിൽ സംഘർഷമുണ്ടായ ഒരു കേസാണ്, വലിയ തോതിൽ ചർച്ച ചെയ്ത ഒരു കേസാണ്. ആ കേസിലാണ് ഇപ്പോൾ 6 വർഷത്തോടടുക്കുമ്പോൾ ഈ വിധി വരുന്നത് എന്നതും ഏറ്റവും പ്രത്യേകതയാണ്. അതുകൊണ്ട് ഇന്ന് ഏതെങ്കിലും തരത്തിൽ ഈ സംഘർഷ സാധ്യത ഉണ്ടാവാതിരിക്കാൻ അതീവ ജാഗ്രത പോലീസ് പുലർത്തുന്നുണ്ട്. മാത്രമല്ല പ്രകടനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ നിരോധനാജ്ഞ പുറപ്പെടുവിക്കാനുള്ള ഒരു തീരുമാനമുണ്ടായിരുന്നെങ്കിലും അത് രാഷ്ട്രീയ പാർട്ടികൾ, അതായത് കോൺഗ്രസ് UDF-ഉം എതിർത്തോടുകൂടി അതിൽ നിന്നും പിന്മാറുകയായിരുന്നു. ഏതായാലും ആ വിധി അതിനായി ഈ കാസർഗോഡ് ജില്ല, പ്രത്യേകിച്ച് കല്ലോട്ട് ഈ പ്രദേശം ഇപ്പോൾ കാത്തിരിക്കുകയാണ്. അഭിലാഷ്.
തീർച്ചയായും എന്താകും ഇതിലെ വിധി പ്രസ്താവം എന്ന് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. സംസ്ഥാന പോലീസ്, ക്രൈംബ്രാഞ്ച് എല്ലാം അന്വേഷിച്ചപ്പോൾ കേസിൽ 14 പ്രതികൾ ആണ് ഉണ്ടായിരുന്നത്. പിന്നീട് CBI അന്വേഷണം ഏറ്റെടുത്തതോടുകൂടിയാണ് പ്രതികളുടെ എണ്ണത്തിൽ മാറ്റമുണ്ടായത്. 10 പ്രതികളെ കൂടി ചേർക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെയാണ് 24 പ്രതികൾ. അതിൽ തന്നെ പലരും CPIMന്റെ നേതാക്കൾ ആണ്. CPIMന്റെ ഒരു സമ്മേളന കാലയളവിന് ഇടയിലാണ് വളരെ പ്രധാനപ്പെട്ട വിധി പ്രസ്താവം ഉണ്ടാകാൻ പോകുന്നത്. അക്രമ രാഷ്ട്രീയത്തിന് എതിരായ നിലപാടുകൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്വീകരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. എന്തായാലും രാഷ്ട്രീയ സംഘർഷങ്ങൾ പുതിയ കാലഘട്ടത്തിന് ചേർന്നതല്ല എന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തിരിച്ചറിയേണ്ടതുണ്ട്. അവിടെയാണ് ഈ വിധി പ്രസ്താവം ഏറെ നിർണായകമാകാൻ പോകുന്നത്. ഇതുമായി ചേർത്ത് വെച്ച് പോകേണ്ട മറ്റൊരു വാർത്ത, പാർട്ടി അംഗങ്ങൾക്കും നേതാക്കൾക്കുമുള്ള പെരുമാറ്റച്ചട്ടം കർശനമായി നടപ്പിലാക്കാൻ CPI തീരുമാനിക്കുകയാണ്. നേതാക്കളും പാർട്ടി അംഗങ്ങളും മദ്യപിക്കരുത് എന്നതാണ് പ്രധാന നിർദ്ദേശം. നേതാക്കളുടെ ഒറ്റയ്ക്കുള്ള പിരിവും വിലക്കി. CPIയിൽ നേതാക്കൾക്കും പ്രവർത്തകർക്കും നിലവിൽ പെരുമാറ്റച്ചട്ടമുണ്ട്. എന്നാൽ ഇത് പലരും കണ്ടില്ലെന്നടിക്കുകയാണെന്നാണ് പരാതി. ഇന്നലെ അവസാനിച്ച സംസ്ഥാന കൗൺസിൽ യോഗം ഭേദഗതികളോടെ കൂടുതൽ കർശനമാക്കി പെരുമാറ്റച്ചട്ടം നടപ്പാക്കാനാണ് തീരുമാനിച്ചത്. പാർട്ടി അംഗങ്ങളും നേതാക്കളും മദ്യപിക്കരുതെന്നാണ് പ്രധാന നിർദ്ദേശം. എങ്കിലും താഴെത്തട്ടിൽ ചെറിയ ഇളവ് നൽകും. പക്ഷേ നേതൃതലത്തിലുള്ളവർക്ക് മദ്യപാനത്തിന് കർശന നിയന്ത്രണം കൊണ്ടുവരും. പാർട്ടി പിരിവിനും നിയന്ത്രണങ്ങളുണ്ട്. പിരിവിന് പാർട്ടി നിർദ്ദേശിച്ചിട്ടുള്ള പെരുമാറ്റച്ചട്ടവും മാർഗനിർദ്ദേശങ്ങളും കർശനമായി പാലിക്കണം. നേതാക്കളുടെ ഒറ്റയ്ക്കുള്ള പിരിവ് വിലക്കി. നേതാക്കൾ ഒരുമിച്ച് പോയേ സംഭാവന സ്വീകരിക്കാൻ പാടുള്ളൂ. അതതു ഘടകങ്ങൾ നിർദ്ദേശിച്ചാൽ മാത്രമേ പിരിവിനിറങ്ങാവൂ. ആരിൽ നിന്ന് പണം പിരിക്കുന്നുവെന്നതും പ്രധാനമാണ്. കളങ്കിത വ്യക്തികളിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ സംഭാവന സ്വീകരിക്കരുതെന്നും കർശന നിർദ്ദേശമുണ്ട്. ഇക്കാര്യങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ മേൽഘടകങ്ങൾക്കും പാർട്ടി നിർദ്ദേശം നൽകും. പാർട്ടി കമ്മിറ്റികളിൽ ഉയർന്ന പ്രായപരിധി 75 വയസ്സ് എന്നത് ഈ സമ്മേളന കാലത്തും തുടരാൻ തീരുമാനമുണ്ട്. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച മറ്റൊരു വാർത്തയിലേക്കാണ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സ്ഥാനം ഒഴിയുകയാണ്. അദ്ദേഹം ചുമതലയേറ്റതു മുതൽ സർക്കാരുമായുള്ള ഒരു പോരാട്ടത്തിന് തന്നെയാണ് കേരളം സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. സ്ഥാനമൊഴിയുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് സംസ്ഥാന സർക്കാർ യാത്രയയപ്പ് നൽകില്ല എന്നുള്ളതാണ് വിവരം. മുൻ ഗവർണർ ജസ്റ്റിസ് P സദാശിവത്തിന് സർക്കാർ ഹൃദ്യമായ യാത്രയയപ്പ് നൽകിയിരുന്നു. അതേസമയം ഗവർണർക്ക് രാജ്ഭവൻ ജീവനക്കാർ നൽകാനിരുന്ന യാത്രയയപ്പും റദ്ദാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ പുതിയ ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് അലേക്കർ ജനുവരി 2-ന് ചുമതലയേൽക്കും. കേരള ദൗത്യം പൂർത്തിയാക്കി ആരിഫ് മുഹമ്മദ് ഖാൻ മടങ്ങിപ്പോകുമ്പോഴും സർക്കാർ ഗവർണർ ശത്രുത അവസാനിക്കുന്നില്ല. ഗവർണർമാർക്ക് സർക്കാർ നൽകാറുള്ള പതിവ് യാത്രയയപ്പ് ചടങ്ങും ഒഴിവാക്കും. ഞായറാഴ്ച കേരളം വിടുന്ന ആരിഫ് മുഹമ്മദ് ഖാന് യാത്രയയപ്പ് നൽകേണ്ടതില്ലെന്നാണ് സർക്കാർ തീരുമാനം. ആരിഫ് മുഹമ്മദ് ഖാന്റെ മുൻഗാമിയായിരുന്ന ജസ്റ്റിസ് P സദാശിവത്തിന് ഊഷ്മളമായ യാത്രയയപ്പാണ് ആദ്യ പിണറായി സർക്കാർ നൽകിയത്. രാജ്ഭവനിലെ യാത്രയയപ്പ് സമ്മേളനത്തിന് പുറമെ മാസ്കറ്റ് ഹോട്ടലിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. ചില വിഷയങ്ങളിൽ സർക്കാരുമായി അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നെങ്കിലും സദാശിവത്തെ വാനോളം പുകഴ്ത്തിയാണ് അന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചത്. മാത്രമല്ല, വിമാനത്താവളത്തിൽ നേരിട്ടെത്തി അദ്ദേഹത്തെ യാത്രയാക്കാനും പിണറായി വിജയൻ തയ്യാറായി. എന്നാൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഇതൊന്നും പ്രതീക്ഷിക്കേണ്ട. സർക്കാരിനെ ഇത്രയേറെ പ്രതിസന്ധിയിലാക്കുകയും മുഖ്യമന്ത്രി ഉൾപ്പെടെ സംശയതയിൽ നിർത്തുകയും ധനമന്ത്രിയോടുള്ള പ്രീതി നഷ്ടപ്പെട്ടെന്ന് പരസ്യമായി പറയുകയും ചെയ്ത ആരിഫ് മുഹമ്മദ് ഖാനോട് അത്ര മമത വേണ്ടെന്നാണ് സർക്കാർ നിലപാട്. നാളെ കൊച്ചിയിലേക്കും അവിടെ നിന്ന് ഡൽഹി വഴി ബീഹാറിലേക്കും പോകും. 2-ാം തീയതി ബീഹാർ ഗവർണറായി ചുമതലയേൽക്കും. അദ്ദേഹത്തിന്റെ പിൻഗാമി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ 1-ാം തീയതി കേരളത്തിലെത്തും. 2-ാം തീയതി ഗവർണർ സ്ഥാനം ഏറ്റെടുക്കും. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. ചുമതല ഏറ്റതു മുതൽ സർക്കാരും ഗവർണറും തമ്മിലുള്ള ഒരു പോരാട്ടം, അത് ഒരു ഘട്ടത്തിൽ ഇരുവരും വലിയ സൗഹൃദത്തിൽ ഒക്കെ ആയിരുന്നു എന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്നുണ്ട്. പിന്നീടാണ് അഭിപ്രായ ഭിന്നതയുണ്ടായത് എന്ന കോൺഗ്രസിന്റെ ആക്ഷേപമൊക്കെ ഉണ്ടായെങ്കിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് മറ്റൊരു തലവേദനയായിട്ടുള്ളത് IAS തലപ്പത്തെ ചേരിപ്പോരാണ്. ആ ചേരിപ്പോര് നീങ്ങുന്നത് അസാധാരണമായൊരു നിയമ പോരാട്ടത്തിലേക്കാണ്. പ്രത്യക്ഷത്തിൽ തന്നെ കടുത്ത അച്ചടക്ക ലംഘനമാണ് പ്രശാന്ത് നടത്തിയിട്ടുള്ളത് എങ്കിലും തിരക്കിട്ട നടപടി ഉണ്ടാകില്ല. നിയമോപദേശത്തിന് ശേഷം തുടർ നീക്കങ്ങൾ മതി എന്നാണ്
തീരുമാനം. തീർത്തും അസാധാരണമായ സാഹചര്യം. സംസ്ഥാനത്തെന്നു മാത്രമല്ല, രാജ്യത്ത് തന്നെ മുൻപുണ്ടായിട്ടില്ലാത്ത നീക്കമാണ് എൻ പ്രശാന്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ എന്തു ചെയ്യണമെന്ന കാര്യത്തിൽ സർക്കാരിനും വ്യക്തതയില്ല. പിന്തുടരാൻ മുൻ മാതൃകകളുമില്ല. നിയമോപദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പ്രശാന്ത് നീങ്ങുന്നതെന്നാണ് വിലയിരുത്തൽ. അതിനാൽ സർക്കാരിന്റെ തുടർ നീക്കവും വ്യക്തമായ നിയമോപദേശത്തിന് ശേഷമാകും. പ്രശാന്തിന്റേത് ഗുരുതര അച്ചടക്ക ലംഘനമാണെന്ന് സർക്കാർ വിലയിരുത്തുന്നു. എന്നാൽ എല്ലാ പഴുതുകളും അടച്ചുള്ള നടപടിയാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. ചീഫ് സെക്രട്ടറി നൽകിയ ചാർജ് മെമ്മോയ്ക്ക് മറുപടി നൽകുന്നതിന് പകരമാണ് ചീഫ് സെക്രട്ടറിയോട് മറുപടി ആവശ്യപ്പെട്ട് സ്പെഷ്യൽ സെക്രട്ടറിയായ പ്രശാന്ത് കത്ത് നൽകിയത്. ഡോക്ടർ എ ജയതിലകിനെതിരെയുള്ള പരസ്യ വിമർശനത്തിന് സസ്പെൻഷനിലാണ് പ്രശാന്ത്. സസ്പെൻഷനിൽ തുടരുമ്പോഴും പരസ്യ വിമർശനം ആവർത്തിച്ചതിനാലാണ് ചാർജ് മെമ്മോ നൽകിയത്. അപ്പോഴും ചീഫ് സെക്രട്ടറിയെയും സർക്കാരിനെയും വെല്ലുവിളിക്കുന്ന നീക്കമാണ് പ്രശാന്ത് നടത്തിയത്. ഏതായാലും സിവിൽ സർവീസ് ചരിത്രത്തിലെ തന്നെ അത്യസാധാരണമായ നിയമയുദ്ധത്തിനാണ് കളമൊരുങ്ങുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. സൂചിപ്പിച്ചതുപോലെ സിവിൽ സർവീസ് ചരിത്രത്തിൽ തന്നെ അത്യസാധാരണമായ ഒരു നിയമ പോരാട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു വാർത്ത നമുക്ക് പങ്കുവെക്കാനുള്ളത് കോഴിക്കോട് DMOയുടേത് അടക്കം സ്ഥലം മാറ്റം മരവിപ്പിച്ചുള്ള ഉത്തരവ് ഇന്ന് ഇറങ്ങിയേക്കും എന്നുള്ളതാണ്. ഇതോടെ കോഴിക്കോട് DMO ആയി ഡോക്ടർ N രാജേന്ദ്രൻ തിരികെ എത്തും. ഹൈക്കോടതിയുടെ താൽക്കാലിക സ്റ്റേക്ക് പിന്നാലെയാണ് നീക്കം. സ്ഥലം മാറ്റം തടഞ്ഞ് നേരത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവ് ഇറക്കുകയും ചെയ്തിരുന്നു. MS അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ്, എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, സംസ്ഥാന സർക്കാരിനും ആരോഗ്യവകുപ്പിനും വലിയ നാണക്കേടാവുന്ന രീതിയിലുള്ള ഒരു കസേരകളിയാണ് കോഴിക്കോട് DMO ഓഫീസിൽ കഴിഞ്ഞ ആഴ്ച നടന്നത്. ഇതേ തുടർന്ന് ഈ സ്ഥലമാറ്റ ഉത്തരവ് ആദ്യഘട്ടത്തിൽ റദ്ദാക്കി, അല്ലെങ്കിൽ താൽക്കാലികമായി തടഞ്ഞുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഉത്തരവ് ഇറങ്ങിയിരുന്നു. അതിൽ ഈ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട പരാതി ഉയർന്നിരിക്കുന്ന ഉദ്യോഗസ്ഥരെ കേട്ട ശേഷം സർക്കാർ യുക്തമായ തീരുമാനം എടുക്കണമെന്നാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ പറഞ്ഞത്. ഇതനുസരിച്ച് ഇവരെ കേൾക്കും എന്ന് സർക്കാർ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് പറയുകയും ചെയ്തു. പക്ഷേ ഈ സ്ഥലമാറ്റ ഉത്തരവ് നിലനിൽക്കും. അതത് സ്ഥലങ്ങളിൽ സ്ഥലം മാറ്റപ്പെട്ടവർ ജോലിയിൽ പ്രവേശിക്കണം, അല്ലെങ്കിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചു. ഇതേ തുടർന്നാണ് 2 ദിവസങ്ങൾ നീണ്ട ഈ കസേരകളെ അവസാനിപ്പിച്ച് ഡോക്ടർ N രാജേന്ദ്രൻ കോഴിക്കോട് DMO സ്ഥാനം വിട്ടത്. പുതുതായി സ്ഥലം മാറി എറണാകുളത്ത് നിന്നും എത്തിയ പുതിയ DMO സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിൽ തുടർന്ന് പിന്നീട് ഹൈക്കോടതിയിൽ സമീപിച്ച് ഡോക്ടർ N രാജേന്ദ്രൻ അനുകൂലമായ ഉത്തരവ് വാങ്ങുകയായിരുന്നു. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത് ഈ പരാതിയുള്ള ആളുകളെ കേട്ട ശേഷം യുക്തമായ തീരുമാനം എടുക്കണമെന്നാണ്. എന്നാൽ അതിന് പകരം സർക്കാർ പഴയ ഉത്തരവ് തന്നെ നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തതെന്ന് ഉത്തരവിൽ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് 9 തൽസ്ഥിതി എന്താണോ അത് തുടരണമെന്നാണ് കോടതി ഉത്തരവിട്ടത്. ഇതനുസരിച്ച് വീണ്ടും രാജേന്ദ്രന് കോഴിക്കോട് DMO ആയി ചുമതല ഏറ്റെടുക്കാം. അടുത്ത മാസം 9-നാണ് ആ കേസ് വീണ്ടും പരിഗണിക്കുന്നത്. അതുവരെയാണ് തൽസ്ഥിതി തുടരുന്നതിനുള്ള ഉത്തരവിട്ടിരിക്കുന്നത്. എന്തായാലും ഇന്ന് ഉച്ചവരെ കേന്ദ്ര സർക്കാർ ഓഫീസുകൾ അവധിയായ ഒരു സാഹചര്യം, സംസ്ഥാന സർക്കാർ ഓഫീസുകളും ഉണ്ടാവില്ല. അതുകൊണ്ട് ഉച്ചയോടുകൂടി ഉത്തരവ് ഇറങ്ങും എന്നാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞത്. ഇന്നലെ ഈ ആരോഗ്യത്തിന്റെ ഭാഗത്തുനിന്നും ഉത്തരവ് ഉണ്ടാകും എന്ന് കരുതിയെങ്കിലും ഉത്തരവുണ്ടായില്ല. അതിലെ നിയമവശങ്ങൾ വിശദമായി പരിശോധിച്ചും ഹൈക്കോടതി ഉത്തരവ് കൃത്യമായി പരിശോധിച്ചും ഉത്തരവിറക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ ഉത്തരവിറങ്ങുകയാണെങ്കിൽ വീണ്ടും രാജേന്ദ്രൻ DMO ഓഫീസിലേക്ക് എത്തും. അവിടെ DMO ആയി ചുമതലയെടുക്കും. അടുത്ത 9 വരെ വീണ്ടും DMO ആയി N രാജേന്ദ്രൻ തുടരും. പിന്നീട് സർക്കാർ ഉചിതമായ ഒരു തീരുമാനം ഈ കക്ഷികളെ, അതായത് പരാതിക്കാരായ ആളുകളെ കേട്ടൊരു തീരുമാനമെടുക്കും. അത് എങ്ങനെയാവും എന്നതാണ് ഇനി നമ്മൾ കാത്തിരിക്കുന്നത്. MS അനീഷ് കുമാർ സൂചിപ്പിക്കുന്നത് പോലെ കസേര കളിക്ക് എന്തായാലും ഒരവസാനം ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്ന ഈ വാർത്ത. CPIഎമ്മിന്റെ പത്തനംതിട്ട ജില്ലാ സമ്മേളനം തുടരുകയാണ്. പ്രത്യേകിച്ച് പ്രതിനിധി സമ്മേളനം അടക്കമുള്ള ചടങ്ങുകൾ അല്ലെങ്കിൽ കാര്യപരിപാടികൾക്ക് ആണ് തുടക്കമാകുന്നത്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെയാണ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്നത്. ആ വാർത്തയിലേക്ക് അടക്കം നമുക്ക് വളരെ പെട്ടെന്ന് എത്താം, ഇടവേളയ്ക്ക് ശേഷം. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് വിട നൽകാൻ രാജ്യം. ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നാളെ നിഗംബോധ് ഘട്ടിൽ. നാളെ രാവിലെ 9:30 പൊതുദർശനത്തിനായി ഭൗതിക ശരീരം AICC ആസ്ഥാനത്തേക്ക് എത്തിക്കും.
അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് അന്ത്യാഞ്ജലികൾ അർപ്പിച്ച് പ്രമുഖർ. അന്ത്യാദരങ്ങളുമായി രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP അധ്യക്ഷൻ JP നഡ്ഡ, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി തുടങ്ങിയവരും ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഔദ്യോഗിക ബഹുമതികളുടെ ഭാഗമായി ശരീരത്തിൽ ത്രിവർണ്ണ പതാക പുതപ്പിച്ചു. പോരാട്ടങ്ങളെ മറികടന്ന് ഉയരങ്ങൾ കൈവരിക്കാമെന്ന് കാണിച്ച മൻമോഹന്റെ ജീവിതം ഭാവി തലമുറകൾക്ക് ഒരു മാതൃകയെന്ന് പ്രധാനമന്ത്രി. സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുന്ന രാജ്യത്തിന് പുതിയ ദിശ നൽകിയത് മൻമോഹൻ സിംഗ് എന്നും മോദി. മൻമോഹൻ സിംഗിന്റെ സത്യസന്ധത എല്ലായ്പ്പോഴും പ്രചോദനമായിരിക്കുമെന്ന് പ്രിയങ്ക ഗാന്ധി. രാഷ്ട്രീയ ആക്രമണങ്ങൾക്കിരയായിട്ടും രാജ്യത്തെ സേവിക്കാനുള്ള പ്രതിബദ്ധതയിൽ ഉറച്ചുനിന്ന നേതാവ്. സ്നേഹിക്കുന്നവർക്കിടയിൽ മൻമോഹൻ എന്നും തലയുയർത്തി നിൽക്കുമെന്നും പ്രിയങ്ക ഗാന്ധി. മൻമോഹൻ സിംഗിന്റെ വേർപാട് സമീപകാലത്തുണ്ടായ ദേശീയ നഷ്ടമെന്ന് AK ആന്റണി. ഒരു മനുഷ്യനെ പോലെ ഇന്ത്യൻ സമ്പദ്ഘടനയെ സംരക്ഷിച്ചയാൾ. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിച്ച അദ്ദേഹം പറഞ്ഞാൽ തീരാത്ത നേട്ടങ്ങളാണ് കേരളത്തിന് നൽകിയതെന്നും ആന്റണി. മൻമോഹൻ സിംഗ് രാജ്യത്തിന് നൽകിയ സംഭാവനകൾ എന്നും ഓർമ്മിക്കപ്പെടുകയും വിലമതിക്കുകയും ചെയ്യുമെന്ന് RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്. കുടുംബാംഗങ്ങളുടെയും പ്രിയപ്പെട്ടവരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നെന്നും മോഹൻ ഭാഗവത്. രാവിലെയിലെ മറ്റ് വാർത്തകളിലേക്ക് നമ്മൾ വിശദമായി പോവുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ CPIMന്റെ പത്തനംതിട്ട ജില്ലാ സമ്മേളനം തുടരുകയാണ്. പ്രതിനിധി സമ്മേളനം ആണ് ഇന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യുക. ശശിനാരായണൻ ആണ് വാർത്തയുടെ ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശശിനാരായണൻ, പ്രതിനിധി സമ്മേളനത്തിൽ ഒട്ടേറെ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. പത്തനംതിട്ടയിൽ സംബന്ധിച്ചിടത്തോളം നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയമടക്കമുണ്ടാകുന്നു. ഇന്നിപ്പോൾ പെരിയ ഇരട്ടക്കൊല കേസിലെ വിധിപ്രസ്താവം വരാൻ പോകുന്ന സാഹചര്യം കൂടിയുണ്ട്. ഇത്തരം ചർച്ചകളും അല്ലെങ്കിൽ പാർട്ടിയെ എങ്ങനെ നവീകരിക്കേണ്ടതുണ്ട്, പാർട്ടിയെ തിരുത്തേണ്ടതുണ്ട്, ഇതൊക്കെയാണല്ലോ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുക. മറ്റെന്തെല്ലാം വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്? അഭിലാഷ്, CPM ജില്ലാ സമ്മേളനത്തിന് പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന് തുടക്കമായിരിക്കുന്നു. ഇന്നലെ വൈകിട്ടാണ് വിവിധ സ്ഥലങ്ങളിലുള്ള കൊടിമര ജാഥകൾ സമ്മേളന നഗരിയിലെത്തി പതാക ഉയർത്തിയതോടുകൂടി തന്നെ ഔദ്യോഗികമായി CPMന്റെ ജില്ലാ സമ്മേളനത്തിന് തുടക്കമായിരിക്കുന്നു. ഇന്ന് രാവിലെ 10 മണിക്കാണ് പൊതുസമ്മേളനം ആരംഭിക്കുക. പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആണ് ഉദ്ഘാടനം ചെയ്യുക. തുടർന്ന് സെക്രട്ടറി റിപ്പോർട്ട് അവരെത്തും. റിപ്പോർട്ടിനെ തുടർന്നുള്ള ചർച്ച ആരംഭിക്കും. എന്തായാലും ആ ചർച്ചയിൽ വിവിധ വിഷയങ്ങൾ, രാഷ്ട്രീയ വിഷയങ്ങൾ, സംഘടനാ വിഷയങ്ങൾ, ഒപ്പം ജില്ലയിലെ പൊതു വിഷയങ്ങളെല്ലാം ചർച്ചയായി വരും. കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ AD നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ ചർച്ചയുണ്ടാവും. അതുപോലെ തന്നെ ജില്ലയിലെ ചില വിഭാഗീയത നിലവിൽ നിൽക്കുന്നു. സംഘടന ശക്തമാണ് എന്ന് അടിയറ വെച്ച് ജില്ലാ സെക്രട്ടറി ഉദയഭാനു പറയുമ്പോഴും തിരുവല്ലയിലും അടൂരും കൊടുമണ്ണ അടക്കമുള്ള മേഖലകളിൽ പാർട്ടിക്കുണ്ടായ ചില വിഭാഗീയ പ്രവർത്തനങ്ങൾ കൂടി ചർച്ചയായി വരും. കാരണം തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോമസ് ഐസക്കിന്റെ പരാജയം അത് വിഭാഗയുടെ ഭാഗമായിട്ടാണ്, തിരുവല്ല ഉണ്ടായ വിഭാഗയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ പരസ്യമായി ആഹ്വാനം ചെയ്യുന്ന ചില ഓഡിയോ കൂടി പുറത്തു വന്നിരുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം സമ്മേളനത്തിൽ ചർച്ചയാവും. ലോക്കൽ സമ്മേളനങ്ങളും ബ്രാഞ്ച് സമ്മേളനങ്ങളും ഒപ്പം ഏരിയ സമ്മേളനങ്ങളും എല്ലാം പൂർത്തിയാക്കിയ ശേഷമാണ് ജില്ലാ സമ്മേളനത്തിൽ കടക്കുക. അതോടൊപ്പം തന്നെ ഇത്തരം വിഭാഗീയത കൂടി ഈ ചർച്ചയായിട്ട് വരുന്നുണ്ട്. പാർട്ടിക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ ശക്തമായ അടിത്തറ ജില്ലയിലുണ്ട്. ഇടതുപക്ഷ MLA-മാരാണ് 5 മണ്ഡലങ്ങളുള്ളത്. ഇതൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും വരുന്ന സാഹചര്യത്തിൽ ഈ വിഭാഗീയതയൊക്കെ ഒരുപക്ഷെ വലിയ തലവേദനയായി പാർട്ടിക്ക് മാറുന്നുണ്ട്. ജില്ലാ സമ്മേളനത്തിൽ ചർച്ചയാവുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. രാഷ്ട്രീയ വിഷയങ്ങൾ ഒക്കെ സ്വാഭാവികമായും ചർച്ചയായി വരാൻ സാധ്യതയുണ്ട്. എന്തായാലും 3 ടൈം പൂർത്തിയാക്കുന്ന ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു ഈ പ്രാവശ്യം മൊഴിയും. പകരം 3 പേരുകളാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ഹർഷകുമാർ, അതുപോലെ TD ബൈജു, മുൻ MLA രാജു എബ്രഹാം എന്നിവ പേരുകളാണ് എന്തായാലും പരിഗണനയുള്ളത്. ഇതെല്ലാം ഇനി വരുന്ന ദിവസങ്ങളിൽ ഇന്നും നാളെയുമായി നടക്കുന്ന ഈ റിപ്പോർട്ടിനുള്ള ചർച്ചയിലാണ് ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കുക. 30-ാം തീയതിയാണ് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നത്. എന്തായാലും പാർട്ടിയെ സംബന്ധിച്ച് സംഘടനാപരമായി ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. യുവാക്കൾക്ക് പ്രാതിനിധ്യം നൽകേണ്ടതുണ്ട്. ഒപ്പം വനിതകൾക്ക് കൂടി പ്രാതിനിധ്യം നൽകേണ്ട സാഹചര്യമുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം ഈ വിഷയങ്ങൾ, വിവിധ വിഷയങ്ങൾ ഇന്നും നാളെയും നടക്കുന്ന ചർച്ചയിൽ ഇതെല്ലാം ഉണ്ടാകും. എന്തായാലും സംഘടനാപരമായി ശക്തമാണ്, അടിത്തറയുള്ള
പാർട്ടിയുടെ വിഭാഗീയത ഇല്ല എന്നൊക്കെ ജില്ലാ സെക്രട്ടറിയും പാർട്ടിയും പറയുമ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ വിഭാഗീയ പാർട്ടിക്ക് പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് ഒരു തലവേദന തന്നെയാണ് ഉള്ളത്. ആ കാര്യങ്ങളൊക്കെ വിവാദ വിഷയങ്ങളായി വരാം. ഈ ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നിലവിലത്തെ സാഹചര്യം ജില്ലാ ഘടകം ആദ്യഘട്ടത്തിന്റെ നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം ഇന്ന് കണ്ണൂർ ഘടകം അത് ഘടകവിരുദ്ധം ആദ്യം പറയും. ഇതൊക്കെ ഒരു വിവാദത്തിന് കാരണമായി മാറിയ സാഹചര്യം ജില്ലയിലുണ്ട്. കുടുംബത്തോടൊപ്പം എന്ന് പറയുമ്പോൾ തന്നെ CBI അന്വേഷണം വേണം എന്ന് കുടുംബം ആവശ്യപ്പെടും. അതിനെ എതിർക്കുന്ന സാഹചര്യം കൂടി പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു മലയാളപ്പുഴയിലും അതുപോലെ തന്നെ കോതി ഏരിയയിലുമുള്ള ഏരിയ കമ്മിറ്റികളൊക്കെ ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങൾ ഈ ചർച്ചയിൽ ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കും. സംഘടനാപരമായി CPM-നെ സംബന്ധിച്ച് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു ജില്ലാ സമ്മേളനം തന്നെ, പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സമ്മേളനം തന്നെയാണ് ഇത് നടക്കുന്നത്. 2-3 ദിവസങ്ങളായി ഇത്തരം വിഷയങ്ങളെല്ലാം ചർച്ചയ്ക്ക് വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും രാവിലെയാണ് 10 മണിയോടുകൂടി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് തുടർന്നുള്ള നടപടികൾ മുന്നോട്ട് പോകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. CPM-ന്റെ ജില്ലാ സമ്മേളനങ്ങൾ തുടരുന്ന സമയം കൂടിയാണ്. സംസ്ഥാന സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയുടെ ജില്ലാ സമ്മേളനമാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ വിലയിരുത്തലുകൾ, സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച ആക്ഷേപങ്ങൾ, പരാതികളൊപ്പം പാർട്ടിയുമായി ബന്ധപ്പെട്ട സംഘടനാ പ്രശ്നങ്ങൾ, മറ്റ് സാമൂഹിക വിഷയങ്ങൾ എല്ലാം തന്നെ ഇത്തരം സമ്മേളനങ്ങളിൽ ചർച്ച ആകുന്ന പശ്ചാത്തലം ആണ് ഉള്ളത്. അത്തരം ചർച്ചകൾ പത്തനംതിട്ടയിലും നടക്കും എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. ഇന്ന് നമ്മൾ ഇതുവരെ പങ്കുവച്ചതിൽ ഏറെയും രാഷ്ട്രീയ വാർത്തകൾ ആയിരുന്നു. എന്നാൽ ഇനി പോകുന്നത് കാർഷിക മേഖല നേരിടുന്ന ഒരു പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. പ്രത്യേകിച്ച് ആലപ്പുഴയിലെ താറാവ് കർഷകരുടെ പ്രതിസന്ധി ന്യൂസ് 18 നേരത്തെയും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ അടക്കം വലിയ നേട്ടമുണ്ടാക്കേണ്ട സമയമായിരുന്നു. പ്രത്യേകിച്ച് മാംസവിപണിയിൽ താറാവിനൊക്കെ നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു സമയമാണ് കഴിഞ്ഞു പോയത്. പക്ഷേ വിപണിയിലേക്ക് എത്തിക്കാൻ അവർക്ക് താറാവ് ഉണ്ടായിരുന്നില്ല. ആ വാർത്ത ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിലുള്ള മറ്റൊരു റിപ്പോർട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷിപ്പനി പ്രതിരോധത്തിലെ മാനദണ്ഡങ്ങൾ തീരുമാനിക്കുന്നതിൽ കൂടുതൽ പഠനങ്ങൾ നടത്തണമെന്നാണ് ആലപ്പുഴയിലെ കർഷകർ ആവശ്യപ്പെടുന്നത്. പക്ഷിപ്പനി തടയാൻ താറാവുകളെ കൂട്ടത്തോടെ കൊന്നൊടുക്കിയത് കുട്ടനാട്ടിലെ തനത് ഇനങ്ങളായ ചാരയും ചെമ്പല്ലിയുടെയും വംശനാശത്തിന് തന്നെ ഇടവരുത്തി. ചെന്നിത്തലയിലെ പാടശേഖരത്ത് മാത്രമാണ് ഈ ഇനത്തിൽപ്പെട്ട താറാവുകൾ ഇനി ബാക്കിയുള്ളത്. പക്ഷിപ്പനി നിരോധനത്തിന്റെ കേരളത്തിലെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നീണ്ട കാലയളവിലൂടെയാണ് കർഷകർ കടന്നു പോകുന്നത്. H5N1 സ്ഥിരീകരിച്ച ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ കർഷകർ അഭിമുഖീകരിച്ചത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ്. ആലപ്പുഴ ജില്ലയിലെ ചെറുതന പഞ്ചായത്തിലായിരുന്നു ആദ്യം വൈറസ് ബാധ കണ്ടെത്തിയത്. പിന്നീട് അത് 3 ജില്ലകളിലേക്ക് വ്യാപിച്ചു. അവിടെയുള്ള മുഴുവൻ വളർത്തുപക്ഷികളുടെയും ഇറച്ചിയുടെയും മുട്ടയുടെയും വിപണനവും മൃഗസംരക്ഷണ വകുപ്പ് തടഞ്ഞു. മാത്രമല്ല, ആയിരക്കണക്കിന് വളർത്തുപക്ഷികളെ കള്ളിങ്ങിന് വിധേയമാക്കി. ഇത്തരത്തിൽ ചെറുതന പഞ്ചായത്തിൽ കള്ളിങ്ങിന് വിധേയമാക്കേണ്ടിയിരുന്ന 8,000-ഓളം താറാവ് കുഞ്ഞുങ്ങളെ റോയി എന്ന കർഷകൻ ഏറ്റെടുത്തു. ചെന്നിത്തലയിലെ തന്നെ പാടശേഖരത്തിലേക്ക് മൃഗസംരക്ഷണ വകുപ്പിന്റെ അനുമതിയോടെ അവയെ കൊണ്ടുവന്നു. നശിപ്പിച്ചു കളയാനുള്ള സർക്കാർ നിർദ്ദേശത്തിന് വഴങ്ങാതെ കർഷകൻ സംരക്ഷിച്ച ഈ താറാവുകളാണ് ഇന്ന് കേരളത്തിൽ തന്നെ ആകെ അവശേഷിക്കുന്ന ചാരയും ചെമ്പല്ലിയുമെന്ന കുട്ടനാടിന്റെ തനദിനം. അന്ന് ഇതിനെ കൊന്നിരുന്നെങ്കിൽ ഇപ്പോൾ ഈ കുട്ടനാട്ടിൽ ഈ താറാവ്, കേരളത്തിലെ താറാവ് നഷ്ടപ്പെട്ടു പോയിരുന്നു. കേരളത്തിൽ എൻ്റെ ഈ താറാവ്, ഞങ്ങളുടെ ഈ ഒരു കൂട്ടം താറാവല്ലാതെ, ഈ 3000 താറാവല്ലാതെ കേരളത്തിൽ താറാവില്ല. എൻ്റെ അറിവിൽ ഒരു താറാവില്ല. ഒരു കലർപ്പും ഇല്ലാത്ത ചാരയും ചെമ്പല്ലിയും താറാവാണ് ഈ കിടക്കുന്നത്. പ്രാദേശികമായി കർഷകർ സംരക്ഷിച്ച കലർപ്പില്ലാത്ത ഈ താറാവ് സർക്കാരിന്റെ ഫാമുകൾ പോലും ഇല്ല. വിരിയാറായ മുട്ടകൾ പോലും നിരോധനത്തിന്റെ ഭാഗമായി അന്ന് നശിപ്പിക്കപ്പെട്ടിരുന്നു. ഞങ്ങൾ അതുപോലെ കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് അതുപോലെ പൈസ ചിലവാണ്. 35 രൂപ വിലയ്ക്ക് അരിയും മേടിച്ച് കോഴിത്തീറ്റയ്ക്ക് 45 രൂപ വിലയുള്ള കോഴിത്തീറ്റയും മീൻപൊടിയും ഞണ്ടുംപൊടിയും അങ്ങനെ 3-4 സൈസിലെ തീറ്റയും കൊടുത്ത് ഞങ്ങൾ അതിനെ കഷ്ടപ്പെട്ട് വളർത്തുക. ഞങ്ങൾക്ക് ഇങ്ങനെ മുട്ട വിറ്റാൽ ഒരു പ്രയോജനം കിട്ടുന്നത്. ഞങ്ങളുടെ ഉപജീവന മാർഗം ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ വിറ്റെങ്കിലേ 10 രൂപ ഞങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഒരു താറാവിന് ഞങ്ങൾക്ക് പേര സ്റ്റോക്ക് ഒപ്പിച്ചതിന് 2,000-2,300 രൂപ ഒരു താറാവിന് ചിലവായി. നിരോധന കാലയളവ് ഈ 31-ന് പൂർത്തിയാകുമെങ്കിലും അടുത്ത ഈസ്റ്റർ സീസൺ പോലും കർഷകർക്ക് ലഭ്യമാകില്ല. ഒരുപക്ഷെ കർണാടകവും തമിഴ്നാടും കേരളത്തിന്റെ വിപണി തന്നെ ഇതിനോടകം കൈയടക്കി കഴിയും.
ഇനിയെങ്കിലും മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കണമെന്നും പഠനങ്ങൾക്ക് വിധേയമാക്കണമെന്നുമാണ് കർഷകരുടെ അപേക്ഷ. 7 മാസം മുമ്പ് പക്ഷിപ്പനിയുടെ ഭാഗമായി സർക്കാർ നശിപ്പിച്ച് കളയണമെന്ന് പറഞ്ഞ താറാവും കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ പൂർണ്ണ ആരോഗ്യത്തോടെ നമുക്ക് പിന്നിൽ കാണുന്നത്. ഇത് തെളിയിക്കുന്നത് പക്ഷിപ്പനിയും കള്ളിങ്ങും നിരോധനവും ഒക്കെയായി ബന്ധപ്പെട്ട് ഇനിയും കൂടുതൽ പഠനങ്ങൾ സർക്കാർ നടത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ചെന്നിത്തല എരമത്തൂർ പാടശേഖരത്തിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ആലപ്പുഴയിലെ താറാവ് കർഷകർ നേരിടുന്ന പ്രതിസന്ധിയാണ് ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. പലപ്പോഴും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു പരാതി, ഇത്തരം വിഷയങ്ങളൊന്നും ചാനലുകൾ വേണ്ടത്ര ഗൗരവം നൽകാറില്ല എന്നുള്ളതാണ്. ഞങ്ങൾക്ക് 4 മണിക്കുള്ള പൊതുവേദി പോലെയുള്ള പരിപാടികളിലൊക്കെ നിരവധിയായ പ്രേക്ഷകർ ഇത്തരം പരാതികൾ ഉന്നയിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് കർഷകരുടെ പ്രശ്നങ്ങൾ വാർത്തയായി അവതരിപ്പിക്കാത്തത്, വാർത്തയിലൂടെ പുറത്തു കൊണ്ടുവരാത്തത് എന്നത് അടക്കമുള്ള വിഷയങ്ങൾ. പക്ഷേ ഞങ്ങൾ ഇത്തരം വാർത്തകൾ നിരന്തരമായി നൽകുന്നുണ്ട്. പ്രേക്ഷകർ ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് അറിയിക്കുക എന്നത് മാത്രമാണ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇതിന്മേൽ നടപടികൾ സ്വീകരിക്കേണ്ടത് ഭരണകൂടമാണ്, അധികാരികൾ ആണ്. ഇങ്ങനെ ആലപ്പുഴയിലെ താറാവ് കർഷകർ നേരിടുന്ന പ്രതിസന്ധി ഇതാണ് എങ്കിൽ ഇടുക്കിയിലെ കർഷകരുടെ പ്രതിസന്ധി അതും തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒന്നാണ്. അത് മറ്റൊന്നുമല്ല, ചിന്നക്കനാൽ, ശാന്തൻപാറ പഞ്ചായത്തുകളിൽ കർഷകർക്ക് ദുരിതം വിതയ്ക്കുകയാണ് കാട്ടാനക്കൂട്ടം. 6 ആനകളുടെ കൂട്ടമാണ് കഴിഞ്ഞ 1 മാസക്കാലമായി വൻ നാശം വിതയ്ക്കുന്നത്. ഹെക്ടർ കണക്കിന് കൃഷിയാണ് 1 മാസത്തിനുള്ളിൽ ഈ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. പ്രതികൂല കാലാവസ്ഥയും ഉൽപാദനക്കുറവിനെയും തുടർന്ന് പ്രതിസന്ധിയിലായ കർഷകർക്ക് ഇരുട്ടടിയായി മാറിയിരിക്കുകയാണ് കാട്ടാന ആക്രമണം. ഡിസംബർ ആദ്യവാരം മുതൽ 2 പഞ്ചായത്തുകളിലെയും നിരവധി കർഷകരുടെ കൃഷിയിടങ്ങളിൽ എത്തിയ കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ചു. മെച്ചപ്പെട്ട വില ലഭിക്കുമ്പോഴും ഉൽപാദനക്കുറവിൽ ദുരിതമനുഭവിക്കുന്ന കർഷകർക്ക് കാട്ടാന ആക്രമണം കൂടുതൽ ദുരിതമായി മാറി. കൊഴിപ്പനക്കുടിയിലെ രാജയ്യ, ജയകുമാർ എന്നിവരുടെ വിളവെടുക്കാറായ ഏലച്ചെടികൾ ഈ മാസം തുടക്കത്തിൽ കാട്ടാനക്കൂട്ടം ചവിട്ടിമെതിച്ചിരുന്നു. ലക്ഷങ്ങളുടെ നഷ്ടമാണ് കർഷകർക്ക് ഉണ്ടായത്. ശാന്തൻപാറ പഞ്ചായത്തിലെ പന്നിയാർ, ചൂണ്ടൽ, ശങ്കരപാണ്ഡ്യമേട്ട്, ചിന്നക്കനാൽ പഞ്ചായത്തിലെ ബിയൽറാം എന്നിവിടങ്ങളിലും കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചിരുന്നു. കുട്ടിയാനകൾ ഉൾപ്പെടുന്ന സംഘം കാട് കയറാറില്ലെന്നും കൃഷിയിടങ്ങൾ താവളമാക്കുകയാണെന്നും നാട്ടുകാർ പറയുന്നു. ഇടുക്കി. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ SMA രോഗബാധിതനായ വിദ്യാർത്ഥിക്ക് ധനസമാഹരണത്തിന് ഒരുങ്ങുകയാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാൻ യോഗ്യത നേടിയ 78 കുട്ടികൾ. PPM ഹയർ സെക്കൻഡറി സ്കൂൾ കൊട്ടുക്കരയിലെ കലാപ്രതിഭകൾ ആണ് കാരുണ്യ സന്ധ്യ എന്ന പേരിട്ട പരിപാടിയുടെ ഭാഗമാകുന്നത്. മലപ്പുറം കൊണ്ടോട്ടി മോയിൻകുട്ടി വൈദ്യർ അക്കാദമിയിൽ ജനുവരി 1 കലാസന്ധ്യ. ഒപ്പനയും അറബനമുട്ടും ദഫുമുട്ടും കോൽക്കളിയും നാടൻപാട്ടും മിമിക്രിയും മോണാക്റ്റുമൊക്കെയായി ഈ പുതുവത്സര രാവ് ആഘോഷമാക്കാൻ ഒരുങ്ങുകയാണ് കുട്ടി കലാകാരന്മാരും കലാകാരികളും. സംസ്ഥാന കലോത്സവ വേദിയുടെ അരങ്ങിലെത്തും മുൻപ് ഇവരിങ്ങനെ പുതുവത്സരാഘോഷത്തിൽ പങ്കെടുക്കുന്നതിന് ഒരൊറ്റ കാരണമേയുള്ളൂ. SMA രോഗബാധിതനായ കൊണ്ടോട്ടി മുണ്ടകുളം മുതുപറമ്പ് സ്വദേശി മുഹമ്മദ് ഷാമിൽ എന്ന 14 വയസ്സുകാരന് ചികിത്സയ്ക്ക് ആവശ്യമായ പണം കണ്ടെത്തണം. 3 കോടി രൂപ കണ്ടെത്താൻ കൈമെയ് മറന്ന് ഓടുകയാണ് നാടൊന്നാകെ. ഇതിനൊപ്പം ചേരുകയാണ് ഈ പ്രതിഭകളും. തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന കലോത്സവത്തിന് മലപ്പുറം ജില്ലയിൽ നിന്നും ഏറ്റവും അധികം കുട്ടികൾ പങ്കെടുക്കുന്നത് PPM ഹയർ സെക്കൻഡറി സ്കൂൾ കൊട്ടൂക്കരയിൽ നിന്നാണ്. നാടിന്റെ പരിശ്രമത്തിനൊപ്പം കൊട്ടൂക്കരയുടെ കലാപ്രതിഭകളും പങ്കാളികളാവുകയാണ്. കലോത്സവം എന്ന് പറയുമ്പോൾ സാധാരണ ആസ്വാദനത്തിനാണ്, സന്തോഷത്തിനാണ്. ഞങ്ങൾ സ്കൂളിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഈ വർഷം സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയെന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ അതിനേക്കാൾ മനസ്സിനൊരു തൃപ്തി തോന്നുന്ന ഈ കലാവിഭാഗം, കൊട്ടുകര സ്കൂളിലെ കലാവിഭാഗത്തിന് വലിയ തൃപ്തി തോന്നുന്ന ഒരു കാര്യം, ഞങ്ങളുടെ സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള SMA രോഗം ബാധിച്ച മുഹമ്മദ് ഷാമിൽ എന്ന് പറയുന്ന കുട്ടിയുടെ ചികിത്സാ ധനസഹായാർത്ഥം ഒരു പ്രോഗ്രാം ഈ വരുന്ന പുതുവർഷ ദിനത്തിൽ വൈദ്യർ അക്കാദമിയുടെ മുറ്റത്ത്, അത് അതിനേക്കാൾ തൃപ്തിയുള്ള ഒരു കാര്യമാണ്. അനന്തപുരിയിലേക്ക് കുട്ടികൾ വണ്ടി കയറുമ്പോൾ അതിനു മുൻപ് തൃപ്തിയുടെ വലിയൊരു
കല നടത്തിയിട്ട് പോകുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷവും അഭിമാനമുള്ള കാര്യമാണ്. ഞങ്ങളെ വിദ്യാർത്ഥികൾ കൊണ്ടോട്ടി വൈദ്യർ സ്മാരകത്തിൽ വെച്ച് സംസ്ഥാന കലോത്സവത്തിൽ അവതരിപ്പിക്കുന്ന ഇനങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചതിന് ശേഷമാണ് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുന്നത്. നമ്മുടെ സമീപ പ്രദേശത്തുള്ള ഷാമിൽ മോൻ എന്ന കുട്ടിയുടെ ചികിത്സാർത്ഥം ഒരു കളക്ഷൻ നടത്തുക എന്ന ഒരു ഉദ്ദേശം കൂടി ഇതിന് പിന്നിലുണ്ട്. നാടും വീടും എല്ലാവരും ഒന്നിച്ചുകൊണ്ട് ഷാമിൽ മോൻ്റെ ചികിത്സാ സഹായത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു സാമൂഹികമായിട്ടുള്ള അതിൻ്റെ ഒരു ബാധ്യത, ആ ബാധ്യത നിറവേറ്റുക, ഒപ്പം ഞങ്ങളുടെ കുട്ടികൾ സംസ്ഥാന കലോത്സവത്തിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി പോകുന്നു. അവിടെ ഒരു നല്ല പ്രവർത്തനങ്ങൾ, ഒരു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് പോവുക എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൽ പങ്കെടുക്കുന്നേറെ സന്തോഷത്തിലേറെ ഒരു സംതൃപ്തി കിട്ടുന്നുണ്ട്. ആ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളതെന്ന് ആലോചിച്ചിട്ട്. മലപ്പുറം ജില്ലയ്ക്ക് അകത്തും പുറത്തുമുള്ള കലാകാരന്മാരും കുട്ടികൾക്കൊപ്പം കാരുണ്യസന്ധ്യയുടെ ഭാഗമാകുന്നുണ്ട്. ഇതിലൂടെ ലഭിക്കുന്ന മുഴുവൻ സംഖ്യയും മുഹമ്മദ് ഷാമിലിന്റെ ചികിത്സയ്ക്ക് വേണ്ടി നൽകും. കാണാനെത്തുന്ന ആളുകളിൽ നിന്നും നേരിട്ട് ധനസഹായം ശേഖരിക്കാനാണ് സംഘാടകരുടെ പദ്ധതി. ഏറ്റവും ചുരുങ്ങിയത് 5 ലക്ഷം രൂപയെങ്കിലും സമാഹരിക്കാനാകുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. ന്യൂസ് 18 മലപ്പുറം. സംസ്ഥാന സ്കൂൾ കലോത്സവം തിരുവനന്തപുരത്താണ് നടക്കുന്നത്. തിരുവനന്തപുരത്തേക്ക് മലപ്പുറത്ത് നിന്ന് ആ കുട്ടികൾ വണ്ടി കയറുന്നു. തിരുവനന്തപുരത്ത് നടക്കുന്ന കലോത്സവത്തിൽ ഇവർ വിജയിക്കുമോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ നന്മയുടെ ലോകത്ത് ഈ കുട്ടികൾ ഇതിനോടകം തന്നെ വിജയിച്ചു കഴിഞ്ഞു. എല്ലാവരും എ ഗ്രേഡ് തന്നെ സ്വന്തമാക്കിയിട്ടുണ്ട്. മുഹമ്മദ് ഷാമിൽ എന്ന വിദ്യാർത്ഥിയുടെ ചികിത്സയ്ക്ക് വേണ്ടി പണം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഈ കുട്ടികൾ ഇങ്ങനെയൊരു കലാവിരുന്ന് ഒരുക്കുന്നത്. അവരോടൊപ്പം കേരളക്കര ഒന്നാകെ കൈകോർക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഒരിടവേള കൂടി. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് വിട നൽകാൻ രാജ്യം. ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നാളെ നിഗംബോധ് ഘട്ടിൽ. നാളെ രാവിലെ 9:30 പൊതുദർശനത്തിനായി ഭൗതിക ശരീരം AICC ആസ്ഥാനത്തേക്ക് എത്തിക്കും. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് അന്ത്യാഞ്ജലികൾ അർപ്പിച്ച് പ്രമുഖർ. അന്ത്യാദരങ്ങളുമായി രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP അധ്യക്ഷൻ JP നഡ്ഡ, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി തുടങ്ങിയവരും ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഔദ്യോഗിക ബഹുമതികളുടെ ഭാഗമായി ശരീരത്തിൽ ത്രിവർണ്ണ പതാക പുതപ്പിച്ചു. പോരാട്ടങ്ങളെ മറികടന്ന് ഉയരങ്ങൾ കൈവരിക്കാമെന്ന് കാണിച്ച മൻമോഹന്റെ ജീവിതം ഭാവി തലമുറകൾക്ക് ഒരു മാതൃകയെന്ന് പ്രധാനമന്ത്രി. സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുന്ന രാജ്യത്തിന് പുതിയ ദിശ നൽകിയത് മൻമോഹൻ സിംഗ് എന്നും മോദി. മൻമോഹൻ സിംഗിന്റെ സത്യസന്ധത എല്ലായ്പ്പോഴും പ്രചോദനമായിരിക്കുമെന്ന് പ്രിയങ്ക ഗാന്ധി. രാഷ്ട്രീയ ആക്രമണങ്ങൾക്കിരയായിട്ടും രാജ്യത്തെ സേവിക്കാനുള്ള പ്രതിബദ്ധതയിൽ ഉറച്ചുനിന്ന നേതാവ്. സ്നേഹിക്കുന്നവർക്കിടയിൽ മൻമോഹൻ എന്നും തലയുയർത്തി നിൽക്കുമെന്നും പ്രിയങ്ക ഗാന്ധി. മൻമോഹൻ സിംഗിന്റെ വേർപാട് സമീപകാലത്തുണ്ടായ ദേശീയ നഷ്ടമെന്ന് AK ആന്റണി. ഒരു മനുഷ്യനെ പോലെ ഇന്ത്യൻ സമ്പദ്ഘടനയെ സംരക്ഷിച്ചയാൾ. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിച്ച അദ്ദേഹം പറഞ്ഞാൽ തീരാത്ത നേട്ടങ്ങളാണ് കേരളത്തിന് നൽകിയതെന്നും ആന്റണി. മൻമോഹൻ സിംഗ് രാജ്യത്തിന് നൽകിയ സംഭാവനകൾ എന്നും ഓർമ്മിക്കപ്പെടുകയും വിലമതിക്കുകയും ചെയ്യുമെന്ന് RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്. കുടുംബാംഗങ്ങളുടെയും പ്രിയപ്പെട്ടവരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നെന്നും മോഹൻ ഭാഗവത്. മൻമോഹൻ സിംഗിന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി അമേരിക്ക. US ഇന്ത്യ പങ്കാളിത്തത്തിന്റെ ഏറ്റവും മികച്ച ചാമ്പ്യന്മാരിലൊരാളെന്ന് ആന്റണി ബ്ലിങ്കൻ. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി ഇരു രാജ്യങ്ങൾ ഒരുമിച്ച് നേടിയ പലതിനും അദ്ദേഹത്തിന്റെ പ്രവർത്തനം അടിത്തറയിട്ടുവെന്നും US സ്റ്റേറ്റ് സെക്രട്ടറി. മൻമോഹൻ സിംഗ് രാജ്യത്തിന്റെ അഭിമാനമായിരുന്നുവെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ഇന്ത്യയെ വലിയ നേട്ടങ്ങളിലേക്ക് നയിച്ചു. രാജ്യത്തെ ദുരവസ്ഥയിൽ നിന്ന് രക്ഷിച്ചത് അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യമെന്നും കുഞ്ഞാലിക്കുട്ടി. രാവിലെ തുടരുകയാണ്. ഇനി നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. ഇന്നിത് സംഭവിക്കും. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ മൃതദേഹം പൂർണ്ണ സൈനിക ബഹുമതികളോടെ ഇന്ന് സംസ്കരിക്കും. സംസ്കാരം നിഗംബോധ് ഘട്ടിൽ 11:45.
ഔദ്യോഗിക വസതിയിൽ നിന്ന് മൃതദേഹം ഉടൻ കോൺഗ്രസ് ആസ്ഥാനത്ത് എത്തിക്കും. 9:30 വരെയാണ് കോൺഗ്രസ് ആസ്ഥാനത്ത് പൊതുദർശനം. മൻമോഹൻ സിംഗിനോടുള്ള ആദരസൂചകമായി ഇന്ന് കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്കും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും പകുതി ദിവസം അവധി. ജനുവരി 1 വരെയാണ് ദുഃഖാചരണം. ദുഃഖാചരണത്തിന്റെ ഭാഗമായി രാജ്യത്തിനകത്തും പുറത്തുമുള്ള എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും ദേശീയ പതാക താഴ്ത്തിക്കെട്ടും. പെരിയ ഇരട്ടക്കൊലക്കേസിലെ വിധി പ്രസ്താവം ഇന്നുണ്ടാകും. 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ വിധി പറയുന്നത് കൊച്ചി CBI കോടതിയാണ്. CPIM മുൻ MLA KV കുഞ്ഞിരാമൻ അടക്കം 24 പേരാണ് പ്രതികൾ. സംഘർഷ സാധ്യതയുണ്ട് എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട്. കല്യോട്ട് പ്രദേശത്ത് കനത്ത ജാഗ്രത. കൂടുതൽ പോലീസിനെ വിന്യസിച്ചു. പെരിയ വില്ലേജിൽ പ്രകടനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. CPIM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഇന്നാണ്. പ്രതിനിധി സമ്മേളനം MV ഗോവിന്ദനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. സമ്മേളനം കോന്നി വകയാർ മേരി മാത ഓഡിറ്റോറിയത്തിലാണ് പുരോഗമിക്കുന്നത്. സമ്മേളനത്തിൽ 263 പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. ബാലസംഘം സ്ഥാപക ദിനാചരണത്തോട് അനുബന്ധിച്ച് കുട്ടികളുടെ കാർണിവൽ ഇന്ന് നടക്കും. കാർണിവൽ 86ാം വാർഷികത്തോട് അനുബന്ധിച്ചാണ് നടക്കുന്നത്. സംസ്ഥാനത്താകെ 2500 കേന്ദ്രങ്ങളിൽ ആണ് കാർണിവലുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. കോഴിക്കോട് DMOയുടെ സ്ഥലം മാറ്റം മരവിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇന്ന് ഇറങ്ങിയേക്കും. ഇതോടെ കോഴിക്കോട് DMO ആയി ഡോക്ടർ N രാജേന്ദ്രൻ തിരിച്ചെത്തും. ഹൈക്കോടതിയുടെ താൽക്കാലിക സ്റ്റേക്ക് പിന്നാലെയാണ് നീക്കം. സ്ഥലം മാറ്റം തടഞ്ഞ് നേരത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവ് ഇറക്കിയിരുന്നു. ദക്ഷിണേന്ത്യ അന്തർ സർവകലാശാല വനിതാ ഖോഖോ ചാമ്പ്യൻഷിപ്പിന് കാലിക്കറ്റ് സർവകലാശാലയിൽ ഇന്ന് തുടക്കമാകും. CH മുഹമ്മദ് കോയ സ്റ്റേഡിയത്തിലെ 4 കോർട്ടുകളിലായി 83 ടീമുകൾ ആണ് മാറ്റുരയ്ക്കുന്നത്. ആദ്യ റൗണ്ട് മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത് 32 ടീമുകൾ ആണ്. ഔപചാരികമായ ഉദ്ഘാടനം കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ P രവീന്ദ്രൻ നിർവഹിക്കും. മറ്റു വാർത്തകളിലേക്ക് വീണ്ടും കടക്കുന്നു. ഡോക്ടർ മൻമോഹൻ സിംഗിന് അന്ത്യാഞ്ജലി. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് വിട നൽകുകയാണ് രാജ്യം. രാവിലെ 11:45 നിഗംബോധ് ഘട്ടിൽ ആണ് അന്ത്യകർമ്മങ്ങൾ ആരംഭിക്കുക. അല്പസമയത്തിനകം മൃതദേഹം ഔദ്യോഗിക വസതിയിൽ നിന്ന് കോൺഗ്രസ് ആസ്ഥാനത്തേക്ക് മാറ്റും. 9:30 വരെയാണ് AICCയിൽ പൊതുദർശനം. പൂർണ്ണ സൈനിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. വാർത്തയുടെ വിശദാംശങ്ങളുമായി VR കാർത്തിക് ആണ് ചേരുന്നത്. കാർത്തിക്, നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു പ്രതികൂലമായ കാലാവസ്ഥ, തണുപ്പ് കാലം ആണ്, അതോടൊപ്പം തന്നെ മഴ. ഇന്നലെയും അങ്ങനെയായിരുന്നു സാഹചര്യം. ഇപ്പോഴെന്താണ് അവിടുത്തെ അവസ്ഥ? മൃതദേഹം AICC ആസ്ഥാനത്തേക്ക് എപ്പോൾ കൊണ്ടുപോകും? അഭിലാഷ, മൃതദേഹം അല്പസമയത്തിനകം തന്നെ മോത്തിലാൽ നെഹ്റു മാർഗിലെ 3-ാം നമ്പർ വസതിയിൽ നിന്ന് AICC ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകും. അക്ബർ റോഡിലേക്ക് വിലാപയാത്രയായി മൃതദേഹം കൊണ്ടുപോകാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. 8:30 അക്ബർ റോഡിലെ AICC ആസ്ഥാനത്ത് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ മൃതശരീരം എത്തിക്കും. അവിടെയാണ് നേതാക്കൾക്കും പ്രവർത്തകർക്കും അടക്കം അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ അവസരം ഉണ്ടാവുക. ഇതിനോടകം തന്നെ AICC ആസ്ഥാനത്ത് പൊതുദർശനത്തിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്ന ദൃശ്യങ്ങൾ മോത്തിലാൽ നെഹ്റു മാർഗിലെ 3-ാം നമ്പർ വസതിയിൽ മൻമോഹൻ സിംഗിൻ്റെ വസതിക്ക് മുന്നിലെ കാഴ്ചകളാണ്. നേരത്തെ തന്നെ ഗതാഗത നിയന്ത്രണം അടക്കമുള്ള കാര്യങ്ങളിൽ ഡൽഹി പോലീസ് പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഇപ്പോൾ സൈന്യം ഔദ്യോഗിക നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രാജ്യം കണ്ട ഏറ്റവും ദീർഘവീക്ഷണമുള്ള ഭരണാധികാരി, അദ്ദേഹത്തിന് അവസാന യാത്രയയപ്പ് നൽകാൻ ഒരുങ്ങുകയാണ് രാജ്യം. അല്പസമയത്തിനകം തന്നെ മോത്തിലാൽ നെഹ്റു മാർഗിലെ 3-ാം നമ്പർ വസതിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മൃതശരീരവുമായുള്ള യാത്ര തുടങ്ങും.
8:30 മുതൽ 9:30 വരെ 1 മണിക്കൂർ നേരമാണ് പൊതുദർശനം ഉണ്ടാവുക. ആസാം, രാജസ്ഥാൻ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഇതിനോടകം തന്നെ നിരവധി പ്രവർത്തകർ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനും. കാർത്തിക്, ഇപ്പോൾ ഔദ്യോഗിക വസതിക്ക് പുറത്തു നിന്നുള്ള ദൃശ്യങ്ങൾ ആണ് പ്രേക്ഷകർ കാണുന്നത്. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് വിട നൽകുകയാണ് രാജ്യം. സമ്പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇപ്പോൾ മൃതദേഹം അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്ന് AICC ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നു. വിലാപയാത്രയായാണ് മൃതദേഹം കൊണ്ടുപോകുന്നത്. മൃതദേഹം വഹിച്ചു കൊണ്ടുപോകുന്നതിനുള്ള വാഹനം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. സൈനിക ബഹുമതികളോടുകൂടിയുള്ള സംസ്കാര ചടങ്ങ്. സൈന്യം മൃതദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. AICC ആസ്ഥാനത്ത് പൊതുദർശനത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം, അലങ്കരിച്ച വാഹനം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അകമ്പടി സേവിച്ചുകൊണ്ട് സൈനികർ ഉണ്ട്. മൃതദേഹം AICC ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള തയ്യാറെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാർത്തിക് ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. കാർത്തിക്, ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. രാജ്യം എല്ലാ ഔദ്യോഗിക ബഹുമതികളോടും കൂടി തന്നെ വിട പറയുന്നു. എല്ലാ ക്രമീകരണങ്ങളും സജ്ജമാണ്. ഇപ്പോൾ മൃതദേഹം വഹിച്ചുകൊണ്ട് പോകുന്നതിനുള്ള വാഹനം തയ്യാറാക്കിയിട്ടുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. എത്ര മണിക്ക് പൊതുദർശനം AICC ആസ്ഥാനത്ത് ആരംഭിക്കും? ഇപ്പോഴും നമുക്കറിയാം കാലാവസ്ഥ ഒട്ടും അനുകൂലമല്ലല്ലോ. 8:30 കൂടി തന്നെ അക്ബർ റോഡിലെ AICC ആസ്ഥാനത്ത് മൃതദേഹം എത്തിക്കാനാകും. കാരണം ഇപ്പോൾ സമയക്രമം കൃത്യമായി പാലിച്ചുകൊണ്ടാണ് നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത്. നമുക്ക് കാണാൻ കഴിയും അലങ്കരിച്ച സൈനിക വാഹനം മോത്തിലാൽ നെഹ്റു മാർഗിലെ അദ്ദേഹത്തിൻ്റെ വസതിക്ക് മുന്നിൽ ഉണ്ട്. ഈ വാഹനത്തിലാകും അദ്ദേഹത്തിൻ്റെ മൃതദേഹം അല്പസമയത്തിനകം അവിടെ നിന്ന് AICC ആസ്ഥാനത്തേക്ക് കൊണ്ടുപോവുക. തുടർന്ന് 11:45 കൂടി യമുന തീരത്തുള്ള നിഖംബോധ് ഘട്ടിലാണ് അന്ത്യകർമ്മങ്ങൾ നടക്കുക. അമേരിക്കയിലുള്ള അദ്ദേഹത്തിൻ്റെ മകൾ എത്തുന്നത് കൂടി കണക്കിലെടുത്താണ് സംസ്കാര ചടങ്ങുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തേക്ക് മാറ്റിയത്. ഇന്നലെ രാത്രി US-ലുള്ള മകൾ അമൃത് സിംഗ് എത്തിച്ചേർന്നിരുന്നു. അതിനുശേഷം ആണ് രാവിലെ മുതൽ നേരത്തെ നിശ്ചയിച്ച പ്രകാരമുള്ള ഇന്നലത്തെ പ്രത്യേക ക്യാബിനറ്റ് യോഗത്തിൽ തീരുമാനിച്ച പ്രകാരമുള്ള അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങൾ, അതോടൊപ്പം തന്നെ പൂർണ്ണ സൈനിക ബഹുമതികളോടെ അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള കാര്യങ്ങളിലേക്ക് രാവിലെ കടക്കുന്നത്. രാജ്യം ഡോക്ടർ മൻമോഹൻ സിംഗിന് അർഹമായ യാത്രാമൊഴി നൽകുകയാണ്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിൻ്റെ മൃതശരീരം പ്രത്യേക സൈനിക വാഹനത്തിലേക്ക് മാറ്റും. തുടർന്ന് സൈന്യത്തിൻ്റെ അകമ്പടിയോടുകൂടി വിലാപയാത്രയാവും അക്ബർ റോഡിലുള്ള AICC ആസ്ഥാനത്തേക്ക് എത്തുക. അവിടെ 8:30 മുതൽ 9:30 വരെയാണ് പൊതുദർശനം ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിനോടകം തന്നെ അവിടെ പൊതുദർശനത്തിനായുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. നിരവധി പേരാണ് അദ്ദേഹത്തെ അവസാന നോക്ക് കാണാനും അന്ത്യാഞ്ജലി അർപ്പിക്കാനുമായി അവിടേക്ക് എത്തിയിട്ടുള്ളത്. അവിടെ നിശ്ചയിച്ചിട്ടുള്ള സമയത്ത് തന്നെ പൊതുദർശനം പൂർത്തിയാക്കുകയാണെങ്കിൽ 9:30 കൂടിയാകും വിലാപയാത്രയായി ഈ ഗൺ കാരേജ് അടക്കമുള്ള ഈ പ്രത്യേക കോൺവോയ്
നിഗംബോധ് ഘട്ടിലേക്ക് എത്തിച്ചേരുക. അവിടെ 11:45 കൂടിയാണ് അന്ത്യകർമ്മങ്ങൾ നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും നിശ്ചയിച്ച സമയത്ത് തന്നെ അന്ത്യകർമ്മങ്ങൾ നടക്കും എന്ന രീതിയിലാണ് നിലവിലെ ക്രമീകരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. 8 മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്ന് മൃതദേഹം മാറ്റും എന്നാണ് അറിയിച്ചിരുന്നത്. കൃത്യസമയത്ത് തന്നെ സൈനിക വാഹനം അടക്കമുള്ള കാര്യങ്ങൾ അവിടെ തയ്യാറായി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിൻ്റെ മൃതദേഹവുമായി മോത്തിലാൽ നെഹ്റു മാർഗിലെ 3-ാം നമ്പർ വസതിയിൽ നിന്ന് ഈ പ്രത്യേക വാഹനവ്യൂഹം പുറപ്പെടും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും രാജ്യം കണ്ട ഏറ്റവും പ്രഗത്ഭനായ ദീർഘവീക്ഷണമുള്ള ഭരണാധികാരി അദ്ദേഹം മെനിഞ്ഞാന്ന് രാത്രിയാണ് അദ്ദേഹം 8:30 അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കുഴഞ്ഞു വീണത്. തുടർന്ന് അദ്ദേഹത്തെ എയിംസ് ആശുപത്രിയിൽ എത്തിച്ചു എങ്കിലും 9:51 അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. തുടർന്ന് അന്ന് രാത്രി തന്നെ എയിംസിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം മോത്തിലാൽ നെഹ്റു മാർഗിലെ ഈ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് മാറ്റിയിരുന്നു. തുടർന്ന് ഇന്നലെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ രാജ്യത്തിനകത്തും അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളുടെ പ്രതിനിധികളടക്കം അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ ഇന്നലെ അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തി. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, അതോടൊപ്പം തന്നെ സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ, അങ്ങനെ സമൂഹത്തിൻ്റെ നാനാ തുറയിലുമുള്ള നേതാക്കളെല്ലാം തന്നെ ഇന്നലെ അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. അദ്ദേഹത്തെ അവസാനം നോക്കിക്കാണാൻ ഈസ്റ്റ് ഡൽഹിയിൽ നിന്നടക്കം നിരവധി പ്രവർത്തകരും ഇന്നലെ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് എത്തിയിരുന്നു. കൂടുതൽ പ്രവർത്തകർ ഒരുപക്ഷെ ഇന്ന് ACC ആസ്ഥാനത്തേക്കാവും എത്തുക. അവിടെയാണ് സാധാരണക്കാരായ പ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നേതാക്കളും എല്ലാം തന്നെ അദ്ദേഹത്തിന് അവസാന യാത്രയയപ്പ് നൽകാൻ ഒരുങ്ങുന്നത്. എന്തായാലും ACC ആസ്ഥാനത്ത് എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നു. നിശ്ചിത സമയത്ത് തന്നെ പ്രത്യേക സൈനിക വാഹനം തയ്യാറായി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാം. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ACC ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകും. 9:30 അവിടെ നിന്നും വിലാപയാത്രയായി നിഗംബോധ് ഘട്ടിലേക്ക് നീങ്ങുക. നിഗംബോധ് ഘട്ടിൽ അന്ത്യകർമ്മങ്ങൾക്കുള്ള എല്ലാ ഒരുക്കങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ വിവാദങ്ങൾ ഉടലെടുത്തിരുന്നു എന്നതും ഈ ഘട്ടത്തിൽ രാഷ്ട്രീയ പ്രാധാന്യത്തോടെ പറയേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. കാരണം ഇന്നലെ പ്രത്യേക മന്ത്രിസഭാ യോഗത്തിന് മുൻപ് തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കോൺഗ്രസ് നേതാക്കളെയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും ബന്ധപ്പെട്ടിരുന്നു. അന്ത്യകർമ്മങ്ങൾക്കും അതോടൊപ്പം തന്നെ സ്മൃതി കുടീരം അടക്കമുള്ള കാര്യങ്ങളിലും ഒരു പ്രാഥമിക ചർച്ചകൾ നടത്തിയ ശേഷമാണ് പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്നത്. കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നത് ഇത്തരത്തിൽ ഇന്ദിരാഗാന്ധിയുടെ സമാധി സ്ഥലമായ ശക്തിസ്ഥലിലോ രാജീവ് ഗാന്ധിയുടെ സ്മൃതി കുടീരമുള്ള വീർഭൂമിയിലോ അദ്ദേഹത്തിന് സ്ഥലം അനുവദിക്കണം. അവിടെ തന്നെ അന്ത്യകർമ്മങ്ങളും അതോടൊപ്പം തന്നെ സ്മൃതി കുടീരത്തിനും ഒരേ സ്ഥലം തന്നെ അനുവദിക്കണം എന്നൊരു നിർദ്ദേശമാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചത്. പക്ഷേ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നും ഇതിന് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാക്കാത്തതിൽ ചെറിയ നീരസം കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ പ്രകടിപ്പിച്ചിരുന്നു. സിഖ് പ്രധാനമന്ത്രിയെ അപമാനിക്കുന്നതിന് തുല്യമാണ് കേന്ദ്ര സർക്കാരിൻ്റെ നീക്കങ്ങൾ എന്നതടക്കമുള്ള വിമർശനങ്ങൾ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. എന്തായാലും കേന്ദ്ര സർക്കാർ അതിന് നൽകുന്ന ഒരു വിശദീകരണം ഈ ഘട്ടത്തിൽ ഇത്തരത്തിലൊരു വിവാദം അനാവശ്യമാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഇത്തരത്തിൽ സ്മൃതി കുടീരം അനുവദിക്കാൻ സ്മൃതി കുടീരത്തിന് ഭൂമി അനുവദിക്കണമെങ്കിൽ അതിന് ഒരു ട്രസ്റ്റ് രൂപീകരിക്കണം. ആ ട്രസ്റ്റിനാവും ഇത്തരത്തിൽ ഭൂമി നൽകാൻ കഴിയുക എന്നതാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ നൽകുന്ന വിശദീകരണം. എന്തായാലും ചെറിയ വിവാദം ഉണ്ട്, ആ വിവാദം ആക്കേണ്ടതില്ല ഈ സാഹചര്യത്തെ എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കൃത്യമായ പരിശോധനകൾ, സുരക്ഷാ പരിശോധനകൾ അടക്കം നടത്തുന്നുണ്ട്. മൃതദേഹം വഹിച്ചുകൊണ്ട് പോകേണ്ട വാഹനം ആണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. സൈനിക വാഹനം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള യാത്ര ആരംഭിക്കും. AICC ആസ്ഥാനത്തേക്കാണ് മൃതദേഹം കൊണ്ടുപോകുന്നത്. അവിടെ പൊതുദർശനം നടത്തിയതിനു ശേഷം ആണ് പിന്നീട് സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക. സൈനിക വാഹനം അടക്കം വിദഗ്ധമായ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ആണ് ഇപ്പോഴും നടക്കുന്നത്. അതേസമയം AICC ആസ്ഥാനത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. AICC ആസ്ഥാനത്തെ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഇടം, AICCയുടെ ആസ്ഥാനത്തിന് തൊട്ടു മുന്നിലായിട്ടുള്ള ഇടം എന്നത് വിശാലമായ ഒരു ഗ്രൗണ്ട് ആണ്. ആ ഗ്രൗണ്ടിൽ ആണ് ഇപ്പോൾ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത് എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് മൃതദേഹം വഹിച്ചുകൊണ്ടു പോകുന്ന സൈനിക വാഹനം ആണ്. വാഹനത്തിൻ്റെ പരിശോധന, സുരക്ഷാ പരിശോധന ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു. മൃതദേഹം വഹിച്ചുകൊണ്ട് അല്പസമയത്തിനകം തന്നെ ഈ വാഹനം AICC ആസ്ഥാനത്തേക്ക് എത്തുകയും ചെയ്യും. അതോടൊപ്പം ദുഃഖകരമായൊരു വാർത്ത പങ്കുവയ്ക്കാനുള്ളത്, കായംകുളം
പുള്ളിക്കണക്കിൽ വാഹനാപകടത്തിൽ ഒരാൾ മരണപ്പെട്ടു എന്നുള്ളതാണ്. പുള്ളിക്കണക്ക് സ്വദേശി നാസർ ആണ് മരിച്ചത്. സൈക്കിളിൽ ഓട്ടോറിക്ഷ ഇടിച്ചാണ് അപകടം ഉണ്ടായത്. സൈക്കിളിൽ യാത്ര ചെയ്യുകയായിരുന്നു നാസർ. തമിഴ്നാട് പെരിയകുളത്തും വാഹനാപകടത്തിൽ മരണമുണ്ട്. 3 മലയാളികൾ ആണ് മരിച്ചത്. കാർ യാത്രക്കാരാണ് മരിച്ചത്. 15 പേർക്ക് അപകടത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് പുലർച്ചെയാണ് അപകടം ഉണ്ടായത്. കോട്ടയം സ്വദേശികൾ ആണ് അപകടത്തിൽപ്പെട്ടത് എന്നതാണ് വിവരം. മിനി ബസും കാറും ആണ് കൂട്ടിയിടിച്ചത്. അപകടത്തെ തുടർന്ന് മിനി ബസ് റോഡിലേക്ക് മറിയുകയായിരുന്നു. കാർ പൂർണ്ണമായും തകർന്ന സാഹചര്യം ആണ് ഉള്ളത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രിൻസ് ജെയിംസ് ആണ് ചേരുന്നത്. പ്രിൻസ്, എത്രത്തോളം വ്യാപ്തിയുള്ള അപകടം? ഇപ്പോൾ 3 മരണം എന്നതാണല്ലോ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പരിക്കേറ്റവരുടെ നില എപ്രകാരമാണ്? അഭിലാഷ്, കോട്ടയം സ്വദേശികളാണ് ഈ വാഹനാപകടത്തിൽ പെട്ടതെന്നാണ് നമുക്ക് സൂചന കൃത്യമായി ലഭിച്ചിട്ടില്ലെങ്കിലും കോട്ടയം സ്വദേശികൾ സൂചിച്ച വാഹനമെന്ന് അറിയാൻ കഴിയുന്നത്. കാറിൽ 5 പേരുണ്ടായിരുന്നു. ഇതിൽ 3 പേർ തൽക്ഷണം മരണപ്പെട്ടു. ഒപ്പം വാനിൽ, അതായത് മിനി ബസിൽ 15ഓളം യാത്രക്കാരുണ്ടായിരുന്നു. ഇവർക്കും കാര്യമായി പരിക്കേറ്റിട്ടുണ്ട്. രാവിലെ പുലർച്ചെ 5:30 അടുപ്പിച്ചാണ് ഈ അപകടം സംഭവിച്ചത്. പെരിയകുളത്തിന് സമീപം ഘാട്ട് റോഡിലാണ് ഈ അപകടം ഉണ്ടായത്. പരിക്കേറ്റവരെ പെരിയകുളത്തെയും വട്ടലകുണ്ടിലെയും തേനിയിലെയും ഗവൺമെന്റ് ആശുപത്രികളിലായി പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മറ്റു 2 പേരുടെ നിലയും ഗുരുതരമാണെന്ന് അറിയുന്നത്. എന്തായാലും മറ്റു വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. നിലവിൽ കാറിലുണ്ടായിരുന്ന 5 പേരിൽ 3 പേർ മരണപ്പെട്ടു. മറ്റു 2 പേരുടെയും സാരമായി പരിക്കേറ്റുണ്ടെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങൾ ആണ് പ്രിൻസ് ജെയിംസ് നൽകിയത്. വാഹനാപകടം ഉണ്ടായിട്ടുള്ളത് തേനിയിലാണ്. മലയാളികൾ അടക്കം സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ആ അപകടത്തിൽ 3 പേർ മരണപ്പെട്ടു എന്നാണ് ഇപ്പോൾ പ്രിൻസ് നൽകുന്ന വിവരം. നമുക്ക് മറ്റ് വാർത്തകൾ ഉൾപ്പെടെ പോകേണ്ടതുണ്ട്. ഇന്ന് നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച ഒരു വാർത്തയിലേക്ക് തന്നെയാണ് വീണ്ടും പോകുന്നത്. അത് പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികൾക്കുള്ള ശിക്ഷ ഇന്ന് വിധിക്കും എന്നുള്ളതാണ്. കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കൊലപാതകികൾക്ക് എന്ത് ശിക്ഷയാണ് ലഭിക്കാൻ പോകുന്നത് എന്നത് എല്ലാവരും ഉറ്റുനോക്കുന്നു. രാഷ്ട്രീയ കേരളം ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കൊലപാതകം ആണ്. 24 പ്രതികൾ ആണ് ഈ കേസിൽ ഉള്ളത്. അതിൽ CPIM-ന്റെ നേതാക്കൾ അടക്കം ഉള്ളവരാണ് ചേരുകയും ചെയ്യുന്നത്. എന്തായാലും പ്രതികൾ, അതായത് 24 പ്രതികളിൽ എത്ര പേർക്ക് ശിക്ഷ ലഭിക്കും, എന്തൊക്കെ ശിക്ഷ? നേരത്തെ 14 പ്രതികൾ ആണ് ഉണ്ടായിരുന്നത്. നവമി ദിനേശ് ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. നവമി, വളരെ പ്രധാനപ്പെട്ട വിധിപ്രസ്താവം ഇന്ന് ഉണ്ടാകാൻ പോകുന്നു. മക്കൾക്ക് നീതി ലഭിക്കും എന്നാണ് നേരത്തെ ശരത് ലാലിന്റെയും കൃപേഷിന്റെയും ഒക്കെ മാതാപിതാക്കൾ അടക്കം പ്രതികരിച്ചത്. കാരണം നിരവധി സാക്ഷികൾ, ആ സാക്ഷികളെ കൃത്യമായി കോടതിയിൽ എത്തിക്കാൻ സാധിച്ചു. ആ സാക്ഷികൾ കൃത്യമായി മൊഴി നൽകി എന്നതൊക്കെ പ്രതികൾക്ക് തക്കതായി ശിക്ഷ ലഭിക്കുന്നതിന് കാരണമായി മാറും എന്ന് കുടുംബം പ്രതീക്ഷിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. വിധിപ്രസ്താവത്തെ അവർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എന്താണ് വിവരങ്ങൾ? തീർച്ചയായും അഭിലാഷ്, 6 വർഷങ്ങൾക്കിപ്പുറത്തേക്ക് ഈ ഒരു വിധി ഇന്ന് വരുമ്പോൾ അതിന് പിന്നിൽ ഒരു 2 കുടുംബങ്ങളുടെ നിയമ പോരാട്ടം, അവരുടെ ഉറക്കമില്ലാത്ത ദിവസങ്ങൾ, രാത്രികളായിരുന്നു. ഇന്ന് എന്തായാലും ആ നിർണായകമായ വിധി വരുമ്പോൾ ഏറെ പ്രതീക്ഷയോടെ, അല്ലെങ്കിൽ ഏറെ ഉറ്റുനോക്കുന്ന 2 പേരാണ് ഈ കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും അച്ഛന്മാർ. ഇവർ 2 പേരും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. 6 വർഷത്തെ നിങ്ങളുടെ ഒരു പോരാട്ടമാണ്. ഇന്ന് ഈ ഒരു ദിവസത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരുന്നതാണ്. എന്താണ് ഈ ഒരു സമയത്ത് പറയാനുള്ളത്? പറയാനുള്ളതെന്ന് വെച്ചാൽ 6 വർഷമായിട്ട് ഈ പോരാട്ടത്തിൻ്റെ ഭാഗമായി നമ്മൾ CPI കോടതിയിൽ നിന്ന് ഒരു വിധി വരാൻ വേണ്ടി പോയാണ് 28-ന്. ആ വിധി 24 പ്രതികൾക്കും ശക്തമായൊരു ശിക്ഷ കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങൾക്കുള്ളത്. ആ പോരാട്ടത്തിന് എല്ലാ പ്രതികൾക്കും ശിക്ഷ കിട്ടണമെന്നുള്ള പ്രാർത്ഥനയോട് കൂടിയാണ് നമ്മൾ നിൽക്കുന്നത്. ഇന്ന് ഏറെ നിർണായകമായൊരു ദിവസമാണ്. എത്രത്തോളം പ്രതീക്ഷയുണ്ട്? വളരെയധികം പ്രതീക്ഷയുണ്ട്. അതിനൊക്കെ പ്രവർത്തനം നമ്മൾ നടത്തിയിട്ടുണ്ട്. അതിനൊക്കെ വേദനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അത്രയും പ്രയാസം ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. മക്കളെ നഷ്ടപ്പെട്ടതിനപ്പുറം സർക്കാരിൻ്റെ പ്രവർത്തനം കൊണ്ട് ഒരുപാട് വിഷമങ്ങൾ സഹിച്ചും കൊണ്ടാണ്, സാമ്പത്തികമായും മറ്റുള്ള മാനസിക പ്രശ്നങ്ങൾ കൊണ്ടും ഒരുപാട് ബുദ്ധിമുട്ടിച്ചു സർക്കാർ നമ്മൾ.
ഒരു സർക്കാരിൻ്റെ ഉദ്ദേശവും ലക്ഷ്യവും അവരെ ചുമതലകളും നിറവേറ്റി മറന്നുകൊണ്ട് അവരെ പാർട്ടിക്കാർ മാത്രം സംരക്ഷിക്കുക എന്നുള്ള രീതിയിൽ സർക്കാരിൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാമെന്നുള്ള രീതിക്കായി അവരെ പോക്ക്. ക്രിമിനൽ രക്ഷിച്ചെടുക്കുക, ക്രിമിനൽ വളർത്തുക, നാട്ടിന് അന്തഃഛിദ്രം ഉണ്ടാക്കുക, അവരൊറ്റ ഉദ്ദേശം മാത്രമേ സർക്കാരിനുണ്ടായിരുന്നു. അതിൻ്റെ പ്രതിഫലമാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ സങ്കടം, കേരളത്തിലെ ജനതയെ മൊത്തം സങ്കടത്തിലാഴ്ത്തുന്ന ഒരു പ്രവണതയാണ് ഇന്നത്തെ സർക്കാർ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പ്രതിഫലം ഇന്ന് കാണുമെന്നുള്ള ഒരൊറ്റ ഉദ്ദേശമാണ്. ഞങ്ങൾ ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്, ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്, ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മളെ കൂടെ നിന്ന ഒരു വലിയൊരു സമൂഹം, നമ്മുടെ മനുഷ്യത്വമുള്ള ഒരു സ്നേഹമുള്ള വലിയ സമൂഹം, അതുപോലെ നമ്മളെ പ്രസ്ഥാനങ്ങളുണ്ട്. ഇവരൊക്കെ കൂട്ടായ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗം ഈ കേസിനെ ഇവിടെ കൊണ്ടുവരെ എത്തിക്കാനും നമുക്ക് സഹായമായിട്ടുണ്ട്. അതുപോലെ അഡ്വക്കറ്റും അതുപോലെ പ്രോസിക്യൂട്ടർമാരും നമ്മൾക്ക് വളരെയധികം സഹായങ്ങൾ ഈ കേസിന് വേണ്ടിയിട്ട് എല്ലാ തലത്തിലും ചെയ്തിട്ടുണ്ട്. ഈ 170 സാക്ഷികളെ നമ്മൾക്ക് ഇപ്പോൾ കാസർഗോഡ് നിന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് വിസ്തരിക്കാനുള്ളൊരു ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഇതൊക്കെ ഞങ്ങൾ തരണം ചെയ്ത് 2 വർഷമായിട്ട് ഇവരെ കൊണ്ടുപോയി ഇത് സാക്ഷി വിസ്താരം നടത്തുക, കോടതിയെ സത്യസന്ധത ബോധിപ്പിക്കാനുള്ള എല്ലാ ഇവരെ തെളിവുകളും നിരത്തുക എന്നുള്ളത് നമ്മൾ ചുമതല. അതിനുവേണ്ടി ഒരുപാട് ആൾക്കാർ വക്കീലന്മാർ മറ്റുള്ളവരും പ്രവർത്തിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം വളരെ നന്ദിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലം വന്ന് വെച്ചാൽ ഇവർ ചെയ്ത കുറ്റത്തിന് തക്കതായ ശിക്ഷ, സാധാരണ ശിക്ഷയല്ല. അവർ എന്ത് ക്രൂരതയോ എത്ര കൊണ്ട് ക്രൂരതയാണ് ഈ കേരളത്തോടും കാണിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഞങ്ങളോട് കാണിച്ചിട്ടുള്ളത്, ഈ സമൂഹത്തോട് കാണിച്ചിട്ടുള്ളത്, അതിന് തക്കതായ ഒരു ശിക്ഷ കിട്ടുന്നുള്ള ഒരു ഉത്തമ ബോധ്യം, അത്ര വിശ്വാസം ഞങ്ങൾക്ക് കോടതിയിലുണ്ട്. അത് നൽകും, അത് കിട്ടട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇന്നിവിടെ ഇരിക്കുന്നത്. എങ്കിലും നമുക്ക് സമാധാനം എന്നുള്ളത്, നമുക്ക് ജീവിതത്തിൽ സന്തോഷം എന്നുള്ളത് ഒരിക്കലും നമുക്കുണ്ടായി നഷ്ടപ്പെട്ടു പോയത് തന്നെ. എങ്കിലും നാളേക്ക് വരുന്ന ഒരു തലമുറ, ഒരു കുഞ്ഞിക്കും ഈ പ്രവണത ഈ സർക്കാർ അല്ലെങ്കിൽ ഈ പാർട്ടി ചെയ്യരുതേ, ഇനി എല്ലാ സമാധാനത്തോട് ജീവിക്കാനൊരു അന്തരീക്ഷം ഉണ്ടാകട്ടെ, ഈ വിധി കണ്ടിട്ടെങ്കിലും പാഠമാകട്ടെ എന്ന് മാത്രമാണ് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. തുടക്കത്തിൽ നിങ്ങൾക്കൊപ്പം നിന്ന ഒരു അഭിഭാഷകൻ പിന്നീട് പ്രതിഭാഗത്തേക്ക് പോകുന്നതും ഒക്കെ ഏറെ വേദനിപ്പിച്ച ഒരു കാര്യം കൂടിയാണ്. അത് ഏറ്റവും വേദനാജനകമല്ല, നീചമായ പ്രവൃത്തി, അത് മനുഷ്യത്വമില്ലാത്ത പ്രവൃത്തിയല്ല. അത് ഈ ചെയ്ത കൊലയാളികൾക്ക് തുല്യമല്ലേ അയാളും ചെയ്തത്. ഞങ്ങളെ കൂടെ നിന്ന ഒരാളായതുകൊണ്ട് വക്കീലന്മാർ അവരെ പണിയെടുക്കും. പക്ഷെ ഞങ്ങളെ കൂടെ നിന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് നിന്ന് ആശ്വാസം നൽകിയ ഒരു വ്യക്തിയാണ് നമ്മുടെ പാർട്ടീൻ്റെ തലപ്പത്തിരുന്ന് ഈ പ്രസ്ഥാനത്തിൻ്റെ പാർട്ടിയുടെ ജില്ലാതലത്തിലും സ്റ്റേറ്റ് തലത്തിലും വർക്കിംഗ് ഒക്കെ ചുമതലയുണ്ടായിരുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ഞങ്ങളെ കൂടെ നിന്നിട്ട് തിരിഞ്ഞ് ഇത് വക്കാലത്ത് ഏറ്റെടുക്കണമെങ്കിൽ പാർട്ടി ഈ UDF നിന്നുകൊണ്ട് പറ്റില്ല, കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് പറ്റില്ല, അതുകൊണ്ട് തിരിച്ച് CPM അപ്പോൾ CPM വിലക്കെടുക്കുകയാണ്. പൈസക്ക് അത്ര ദുരാശയാണ്. പൈസ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, അത്ര നീചനാണ്. അത് നമ്മളെ കൂടെ നിർത്തിയത് തന്നെ വലിയത്. ഇപ്പോൾ അയാളെ ജനങ്ങൾ വെറുക്കുന്നു, ഒരു നീചനായിട്ടാണ് കാണുന്നത്. അത്രയും തരംതാണെ ഒരു പ്രവൃത്തിയായി പോയി അദ്ദേഹം ചെയ്തത്. അത് സമൂഹത്തോട് അത് തന്നെ ചെയ്തത്, നമ്മളോട് മാത്രമല്ല ഈ സമൂഹത്തോട് തന്നെ അയാൾ ചെയ്തത് ഏറ്റവും മോശമായൊരു പരിപാടി. ഒരു മനുഷ്യത്വമില്ല. ഈ ഇത്രയും വയസ്സാങ്കാലത്ത് അയാൾ ചെയ്ത് കൂട്ടിയ വേല ഈ ജനങ്ങൾ മറക്കൂല. അയാളെ ഒരു നീചനായിട്ട് കാണും. അത്ര നമുക്ക് അതായത് ഈ ഒരു വക്കീൽ പണി ഇതിനോട് അയാൾ തീരും. ഇത് നല്ലൊരു വിധി വന്നാൽ അയാൾ ഈ കേസോടുകൂടി അവസാനിക്കുക, അയാളെ വക്കീൽ പണി അവസാനിക്കുന്നത് നമുക്കൊരു വിശ്വാസമുണ്ട്. കാരണം അത്ര മോശമായ ഒരു പരിപാടിയായിപ്പോയി നമ്മളിവിടെ ചെയ്തത്. സർക്കാർ ചെയ്തത് ഒന്ന് വേറെ, പക്ഷേ സർക്കാർ വിലക്കെടുത്ത് ഇവരൊക്കെ കൂടി നിൽക്കുമ്പോൾ നമ്മൾ ആത്മധൈര്യത്തോടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് നമുക്ക് ദൈവാനുഗ്രഹം നമുക്ക് കൂടുതലുണ്ട്. അതുപോലെ കോടതിയിലൊരു വിശ്വാസവും. അഭിലാഷ്, എന്തായാലും ഇന്ന് ഈ വിധി വരുമ്പോൾ 11:30 വിധി വരുമ്പോൾ ഏറെ ആകാംക്ഷയോടെ ആത്മവിശ്വാസത്തോടെ കൂടി തന്നെയാണ് ഈ മാതാപിതാക്കളും ഈ ഒരു വിധിയെ നോക്കിക്കാണുന്നത്. ഈ പ്രതികളാക്കപ്പെടുന്നവർക്കെല്ലാം തക്കതായിട്ടുള്ള ശിക്ഷ ലഭിക്കുമെന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. അച്ഛാ, ഒരിക്കൽ കൂടി ഈ ഒരു വിധി വരുമ്പോൾ അതേറെ നിർണായകമാണ്. ഈ ഒരു അഭിഭാഷകൻ ഉൾപ്പെടെ നിങ്ങളുടെ പ്രതിഭാഗത്തേക്ക് പോകുന്ന സാഹചര്യം, അതിനപ്പുറത്തേക്ക് സർക്കാർ ഇത് CBI അന്വേഷണത്തിന് വേണ്ടി എതിർക്കുന്ന സാഹചര്യം, അതിലൊക്കെ പോരാടി തന്നെയാണ് ഇവിടം വരെ. അത് നിയമപാലകനാണ് അവരെ കൂടെ പോയത്. അത് കോൺഗ്രസിൻ്റെ വലിയ ഉന്നത നേതാവായിരുന്നു. ഞങ്ങളുടെ കൂടെ വന്ന് ഞങ്ങളെ വീട്ടിൽ വന്ന് പുറം തട്ടി പറഞ്ഞതായിരുന്നു, ഈ പ്രതികൾക്കൊക്കെ നല്ല ശിക്ഷ വാങ്ങിക്കൊടുക്കുമെന്ന് പറഞ്ഞ അഡ്വക്കേറ്റാണ് ശ്രീധരൻ. അയാളാണ് നേരെ കാലുമാറി CPMൻ്റെ കൂടെ പോയി അതിനുവേണ്ടി അവർ പ്രതികൾക്ക് വേണ്ടി കോടികൾ വാങ്ങിയിട്ട് അന്ന് കേസ് വാദിച്ചത്. അത് ഞങ്ങൾക്ക് വളരെ ദുഃഖമുണ്ട്. അതൊക്കെ ഇതുകൊണ്ട് എന്തായാലും CPI കോടതിയിൽ നിന്ന് ഞങ്ങൾക്ക് നല്ലൊരു വിധി കിട്ടുമെന്നുള്ള വിശ്വാസം ഉണ്ട് അയാൾ. അഭിലാഷ്, എന്തായാലും പൂർണ്ണ വിശ്വാസത്തിലാണ് ഈ രണ്ടുപേരുടെയും മാതാപിതാക്കൾ. എന്തായാലും ഇന്ന് 11:30 കൂടിയായിരിക്കും CBI കോടതിയിൽ നിന്നും പെരിയ ഇരട്ട കൊലപാതകത്തിൽ കൃപേഷിനെയും ശരത്ലാലിനെയും വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ വിധി ഉണ്ടാകുക. അത് കേരളം മുഴുവനും കാത്തിരിക്കുന്ന ഒരു വിധി കൂടിയാണ്. അഭിലാഷ്, തീർച്ചയായും ശരത്ലാലിന്റെയും കൃപേഷിന്റെയും മാതാപിതാക്കൾ മാത്രമല്ല, കേരളമൊട്ടാകെ
ശ്രദ്ധിക്കുന്നുണ്ട്. എന്താകും ഇതിലെ കേസിലെ പ്രതികൾക്ക് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായി നടന്ന ഒരു കൊലപാതകം എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ച് പീതാംബരനുമായുണ്ടായ സംഘർഷത്തിന്റെ തുടർച്ച, അതിൻ്റെ ഭാഗമായാണ് ഇങ്ങനെ ഒരു കൊലയിലേക്ക് സാഹചര്യം എത്തിയത് എന്ന് ആണ് അന്വേഷണത്തിൻ്റെ നിഗമനം. അതിൽ കോടതിയിൽ നിന്ന് എന്ത് ശിക്ഷ ആണ് ലഭിക്കാൻ പോകുന്നത്, പ്രതികൾക്ക് ഏതൊക്കെ പ്രതികൾക്ക് ശിക്ഷ ലഭിക്കും എന്നത് നമുക്ക് കാത്തിരിക്കാം. നേരത്തെ സൂചിപ്പിച്ച വിവരത്തിലേക്ക് തന്നെ, അതായത് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് യാത്രയയപ്പ് നൽകുകയാണ്. ഇപ്പോൾ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വാഹനം, സൈനിക വാഹനം AICC ആസ്ഥാനത്തേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനകം മൃതദേഹം AICC ആസ്ഥാനത്ത് എത്തിക്കും. അവിടെ പൊതുദർശനത്തിന് ശേഷം ആണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയാണ് മൻമോഹൻ സിംഗിന് രാജ്യം യാത്രയയപ്പ് നൽകുന്നത്. സൈനിക വാഹനത്തിൽ ആണ് ഇപ്പോൾ മൃതദേഹം AICC ആസ്ഥാനത്തേക്ക് എത്തിക്കുന്നത്. മൻമോഹൻ സിംഗിൻ്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് മൃതദേഹം AICC ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഡൽഹിയിൽ ഇപ്പോൾ കനത്ത തണുപ്പുള്ള അന്തരീക്ഷം ആണ് ഉള്ളത്. അതോടൊപ്പം കഴിഞ്ഞ ദിവസം മഴ പെയ്തിരുന്നു. ഇപ്പോൾ അതീവ സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടി സൈനിക വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി ആണ് മൃതദേഹം AICC ആസ്ഥാനത്തേക്ക് എത്തിക്കുന്നത്. AICC ആസ്ഥാനത്ത് പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ എല്ലാം തന്നെ പൂർത്തിയാക്കിയിരുന്നു. നമുക്ക് ഇന്ത്യൻ നേവിയുടേത്, ആർമിയുടേത് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ സൈനിക അകമ്പടിയോടുകൂടി ആണ് ഇപ്പോൾ മൃതദേഹം AICC ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നത്. പ്രത്യേകമായി അലങ്കരിച്ച പുഷ്പാലങ്കൃതമായ വാഹനത്തിൽ ആണ് മൃതദേഹം എത്തിക്കുന്നത്. ഒട്ടേറെ പ്രത്യേകതകൾ ഉള്ള പ്രധാനമന്ത്രിയാണ് രാജ്യത്തോട് വിട പറയുന്നത്. പ്രത്യേകിച്ച് സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ ആയിരുന്നില്ല മൻമോഹൻ സിംഗ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശനം തന്നെ അവിചാരിതമായിരുന്നു. വിദേശ സർവകലാശാലകളിൽ നിന്ന് അടക്കം ബിരുദം നേടിയ, സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടിയ മൻമോഹൻ സിംഗിൻ്റെ കർമ്മപഥം എന്നത് സാമ്പത്തിക മേഖലയായിരുന്നു. നേരത്തെ ഐക്യരാഷ്ട്രസഭയിലടക്കം അദ്ദേഹം ജോലി ചെയ്തിരുന്നു. അധ്യാപകനായി സേവനം അനുഷ്ഠിച്ചിരുന്നു. സാമ്പത്തിക ഉപദേഷ്ടാവ് എന്ന നിലയിൽ പ്രവർത്തിച്ചു. RBIയുടെ ഗവർണർ എന്ന നിലയിലും ഒക്കെ പ്രവർത്തിച്ച മൻമോഹൻ സിംഗ് പിന്നീട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മാറുന്ന സാഹചര്യം കൂടിയാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശനത്തിന് വഴിയൊരുക്കിയത് നരസിംഹറാവു ആയിരുന്നു. 90 കാലഘട്ടത്തിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ ലോകരാജ്യങ്ങൾ കടന്നു പോകുമ്പോൾ ആയിരുന്നു 91 ജൂലൈ 25 മൻമോഹൻ സിംഗിൻ്റെ ധനമന്ത്രി എന്ന നിലയിലുള്ള ബജറ്റ് അവതരണം. ആ ബജറ്റ് അവതരണത്തിലെ പ്രഖ്യാപനങ്ങൾ, തീരുമാനങ്ങൾ ആയിരുന്നു പിന്നീട് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് നാഴികക്കല്ലായി മാറിയത്. അങ്ങനെയുള്ള രാഷ്ട്രീയ തന്ത്രജ്ഞനെ, സാമ്പത്തിക വിദഗ്ധന് ആണ് ഇപ്പോൾ വിട പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന് എല്ലാ ഔദ്യോഗിക ബഹുമതികളോടും കൂടി ആദരം അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് രാജ്യം വിട നൽകുന്നത്. ഇന്നത്തെ വാർത്താ ദിനം ഇത്തരം വാർത്തകളാൽ സമ്പുഷ്ടമാകുന്ന ഒരു ദിനം കൂടിയാണ്. ഈ വാർത്തകളിലേക്ക്, വിശദാംശങ്ങളിലേക്ക് എല്ലാം തിരിച്ചു വരാം. 9 മണിക്ക് വാർത്തയുടെ കൂടുതൽ വിശദമായ രൂപം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യാം. ഒരു നല്ല ദിനം എല്ലാ പ്രേക്ഷകർക്കും ആശംസിച്ചുകൊണ്ട് രാവിലെ പൂർണ്ണമാകുന്നു. നമസ്കാരം. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് വിട നൽകാൻ രാജ്യം. ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നാളെ നിഗംബോധ് ഘട്ടിൽ. നാളെ രാവിലെ 9:30 പൊതുദർശനത്തിനായി ഭൗതിക ശരീരം AICC ആസ്ഥാനത്തേക്ക് എത്തിക്കും. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി